Hello friends, welcome to eMarit Technical YouTube channel. This is Afzal Halif. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഒരു PYQ ഡിസ്കഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു തൊട്ടു മുന്നേ നമ്മൾ കഴിഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണ്. സെക്കൻഡ് പാർട്ടിൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. ഇന്ന് നമ്മൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റി ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ISRO പോലത്തുള്ള ക്വസ്റ്റ്യൻസ്, ISRO പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. SSC JEയിലെ വളരെ ചുരുക്കം കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് സർവീസ് ഇതുപോലുള്ള പ്രീമിയം ലെവൽ എക്സാംസുകളിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമിൻ്റെ ഈ PYQ ഡിസ്കഷൻ സീരീസിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത് ആർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ പ്രീമിയം ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ്. ഇപ്പം നമുക്കറിയാമല്ലോ നമ്മളെ കേരള PSC പോലുള്ള നല്ലൊരു ഹൈ ലെവൽ കേരള PSC AE ലെവൽ എക്സാംസുകൾ ലെക്ചറിൻ പോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെയൊക്കെ പാറ്റേണിലൊക്കെ മാറിയിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള PSC AE പോലുള്ള എക്സാമുകൾക്കോ ലെക്ചറിൻ പോസ്റ്റുകൾക്കോ പോലുള്ള പ്രീമിയം എക്സാംസിന് ഈ സെഷൻസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല സെൻട്രൽ ലെവൽ എക്സാംസ് ആയിട്ടുള്ള SSC JE പോലുള്ള എക്സാംസുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്തുക. അതേപോലെ ISRO എക്സാംസിന് ഉപയോഗപ്പെടുത്താം, ഗേറ്റിന് ഉപയോഗപ്പെടുത്താം, എഞ്ചിനീയറിംഗ് സർവീസിന് ഉപയോഗപ്പെടുത്താം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ സെഷൻസ് ഈ രണ്ട് ബ്രാഞ്ചിലുള്ള കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിന്ന് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഫണ്ടമെൻ്റൽസുകൾ അറിയാമെന്ന് ഞാൻ ഒരു മുൻധാരണയോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രാക്ഷൻസ് വെച്ചുകൊണ്ട് ഞാൻ പോകെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നോക്കൂ, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫ്രം ഗേറ്റ് 2000. ഐ തിങ്ക് ദിസ് ഇസ് ഫ്രം 2011 or 12 ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരള PSCയിൽ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളാണ്. നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. അവരുടെ ആൻസേഴ്സുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നോക്കിയേ, 1 kilogram block is resting on a surface with coefficient of friction is mu is equal to 0.1. A force of 0.8 Newton is applied to the block as shown in the figure. The frictional force ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ബ്ലോക്കിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഫോർ ദിസ് സെനാരിയോ? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് കഴിവതും നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ ബ്ലോക്ക്. സി, ദിസ് ഈസ് മൈ ബ്ലോക്ക്. ഈ ബ്ലോക്ക് ഇരിക്കുന്നത് എവിടെയാണ്? ഒരു സർഫസിൽ, ഒരു റഫായിട്ടുള്ള സർഫസിലിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഈസ് ദ സർഫസ്. ഓക്കെ, ഇവൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരച്ചു തരാം. ഫ്രീ ബോഡി വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാമോ പിള്ളേരെ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ ബോഡിയിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഫോഴ്സ് ഇസ് 0.8 Newton ആണ് ഈ ബോഡിയിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അതേസമയം ഈ ബോഡിക്ക് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് ഒരിക്കലും അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യത്തില്ല. വെയിറ്റ് എങ്ങോട്ടേ ആക്ട് ചെയ്യത്തുള്ളൂ? വെയിറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ആൻഡ് ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു mg. നോക്കൂ, ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കുക. ഈ സർഫസിലേക്ക് നമ്മൾ എന്തിനെ എടുത്ത് വെച്ചാൽ, എന്ത് സാധനമുള്ള വെയിറ്റുള്ള സാധനം എടുത്ത് വെച്ചാൽ ഈ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഈ സർഫസിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ സർഫസ് എന്ത് ചെയ്യും? ന്യൂട്ടൺസ് തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വലൻറ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ താഴോട്ടൊരു ഫോഴ്സ്, അതായത് ഈ ബ്ലോക്കിൻ്റെ വെയിറ്റ് ഈ സർഫസിൽ ആക്ട് ചെയ്താൽ ഈ സർഫസ് എന്ത് ചെയ്യും? തിരിച്ച് റിയാക്ട് ചെയ്യും. ഒരു റിയാക്റ്റീവ് ഫോഴ്സ് കൊടുക്കും. പക്ഷെ ശ്രദ്ധിക്കണം, ഈ റിയാക്റ്റീവ് ഫോഴ്സ് ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. എൻ്റെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ സർഫസ് ഇങ്ങനെയാണെങ്കിലോ, ഈ ചരിഞ്ഞിരിക്കുന്നതാണെങ്കിലോ അവിടുത്തെ റിയാക്റ്റീവ് ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ പ്യൂർലി വെർട്ടിക്കൽ ആണെങ്കിലോ എൻ്റെ റിയാക്റ്റീവ് ഫോഴ്സ് പ്യൂർലി ഹൊറിസോണ്ടൽ ആയിരിക്കും. എൻ്റെ സർഫസ് പ്യൂർലി ഹൊറിസോണ്ടൽ ആണെങ്കിലോ എൻ്റെ റിയാക്റ്റീവ് ഫോഴ്സ് പ്യൂർലി വെർട്ടിക്കൽ ആയിരിക്കും. അപ്പോൾ ആ റിയാക്റ്റീവ് ഫോഴ്സിന് ഒരു സ്വഭാവമുണ്ട്. എന്താണ് ആ സ്വഭാവം? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എല്ലായ്പ്പോഴും എന്ത് ആക്ട് ചെയ്യുന്നത്? റിയാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ റിയാക്ഷൻ കൊടുക്കാം. ലെറ്റ്സ് ദിസ് ഇസ് ദ റിയാക്റ്റീവ് ഫോഴ്സ്. ഞാൻ റിയാക്റ്റീവ് ഫോഴ്സിന് ഞാൻ തൽക്കാലം ഐ എം ഗോയിങ് ടു കോൾ ദിസ് ആസ് RN. ഞാൻ എൻ്റെ റിയാക്റ്റീവ് ഫോഴ്സസിനൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതിലെല്ലാം RN എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇനി നിങ്ങൾ കൃത്യമായി നിങ്ങൾ നോക്കൂ,
നമുക്കിനി എഴുതേണ്ട ഇക്വേഷൻസുകൾ എന്തൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈക്വൽ 0, വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ 0. കാരണം ഇവൻ എന്തിലാണ് നിൽക്കുന്നത്? ഈ സിസ്റ്റം, നൗ ദ സിസ്റ്റം ഈസ് അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇവൻ ഇവിടെ നിന്ന് അനങ്ങുന്നില്ല. ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇതിനകത്തുള്ള ഫോഴ്സുകൾ 0 ആയിരിക്കും, മൊമെൻറ്റുകൾ 0 ആയിരിക്കും. നിങ്ങൾ ഓൺ ദ ഗോ നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്ത് പോകാം. നിങ്ങളുടെ ആൻസേഴ്സുകൾക്ക് വളരെ സിമ്പിളാണ്. ഒരു കാൽക്കുലേറ്റേഴ്സ് പോലും ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നോക്കൂ, വെയിറ്റ് ഞാൻ മാർക്ക് ചെയ്തു, നോർമൽ റിയാക്ഷൻ ഞാൻ മാർക്ക് ചെയ്തു. നോക്കൂ, 0.8 ന്യൂട്ടൺ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങനെ ടുവേർഡ്സ് റൈറ്റിലോട്ടാണ് ഇവനെ പുഷ് ചെയ്യുന്നത്, നമ്മുടെ ബ്ലോക്കിനെ പുഷ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ടുവേർഡ്സ് റൈറ്റിലോട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്തുണ്ടാകും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ഈവൻ ഈ കാണുന്ന ബ്ലോക്കിന് ടെൻഡൻസി ഓഫ് മൂവ്, ഇവൻ്റെ ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് തന്നെ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. ഇവൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? ആ സർഫസിന് പാരലായിട്ട് അവിടെ റിയാക്റ്റീവ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അപ്പോൾ നമുക്ക് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വരയ്ക്കാം. ലെറ്റ്സ് സേ, നോക്കൂ, ഇങ്ങനെ നമുക്ക് എന്ത് വരയ്ക്കാം? റിയാക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് വരയ്ക്കാം. ആൻഡ് ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് മൈ ഡിയർ, ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് μRN. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അപ്ലൈയിങ് സിഗ്മ Fy ഈസ് ഈക്വൽ ടു 0 ഓർ സിഗ്മ Fx ഈസ് ഈക്വൽ ടു 0. നമുക്കൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റിന് പഠിക്കുന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, വൈ ഡയറക്ഷൻ എടുത്ത് നോക്കൂ, രണ്ട് ഫോഴ്സുകൾ മാത്രമേ വൈ ഡയറക്ഷനിലുള്ളൂ. ആരൊക്കെയാണ് രണ്ട് ഫോഴ്സുകൾ? ഒന്ന് ഈ പറഞ്ഞ വെയിറ്റ്, അവൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. നമ്മുടെ നോർമൽ റിയാക്ഷൻ RN ഈസ് ആക്ടിങ് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? W ഈസ് ഈക്വൽ ടു RN എന്ന് നമുക്ക് വിളിക്കാം. W ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കാം? RN എന്ന് വിളിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ നിങ്ങൾ നോക്കൂ. വാട്ട് ഈസ് അവർ ഹൊറിസോണ്ടൽ ഫോഴ്സ്? അല്ല, ഇവിടെ ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു μRN എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? ഈസ് 0.1, ദാറ്റ് ഈസ് 1/10 ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. RN എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്ന് കിട്ടി, W എന്ന് കിട്ടി. സോ RN വരെ ഞാൻ എന്ത് കൊടുത്തു? W കൊടുത്തു. W മീൻസ് mg. എൻ്റെ മാസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മൈ മാസ് ഈസ് 1 kilogram. അപ്പോൾ W ഈസ് ഈക്വൽ ടു mg. ദിസ് ഈസ് mg/10 ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ശ്രദ്ധിക്കണേ, മാസ് 1 kilogram ആണ്. G 9.81 ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 0.981 ന്യൂട്ടൺ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ നോക്കൂ, ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കൂ. ഓപ്ഷനിൽ നിന്നുണ്ട് 0.981 ന്യൂട്ടനോട് ക്ലോസർ ആയിട്ടുള്ള ഫ്രിക്ഷൻ വാല്യൂ ആരാണ്? 0.98 ന്യൂട്ടൺ ആണ്. നമ്മൾ ആൻസർ പോയിന്റ് C എന്ന് നമ്മൾ കൺഫേം ചെയ്യും. ശരിയല്ലേ? ഒട്ടുമിക്ക കുട്ടികളും ആൻസർ 0.98 ന്യൂട്ടനായിട്ട് കൺഫേം ചെയ്യും. ബട്ട് ഹിയർ ദ ആൻസർ ഈസ് റോങ്. 0.98 ന്യൂട്ടൺ അല്ല. ഞാനിത് കൃത്യമായ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരെയും പഠിപ്പിച്ചതാണ്. പക്ഷേ നിങ്ങൾ പണ്ട് മുതലേ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് കേട്ടപ്പോൾ μRN എന്ന കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി പുറത്തു വരും. ഞാൻ ക്ലാസ്സിൽ കൃത്യമായി എടുത്ത് പറഞ്ഞിട്ട് പോലും ചുരുക്കം ചില കുട്ടികൾ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ എക്സാമിന് തെറ്റിച്ചിരിക്കുകയാണ്. അതിന് കാരണം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന F ഈസ് ഈക്വൽ ടു μRN. ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന F ഈസ് ഈക്വൽ ടു μRN എന്ന് പറയുന്ന ഫോഴ്സ് ആരാണ്? ദിസ് ഇസ് മൈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആരാണ് ഇവൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മീൻസ് എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മീൻസ് മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ഈ സർഫസിന്, എൻ്റെ ഈ സർഫസിന് മാക്സിമം എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ഓഫർ ചെയ്യാൻ പറ്റൂ? എൻ്റെ ഈ ഫ്രിക്ഷണൽ സർഫസിന് മാക്സിമം എന്ന് പറയുന്ന Fmax എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയെന്നാണ്? 0.981 ന്യൂട്ടൺ എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ എല്ലായ്പ്പോഴും 0.981 ന്യൂട്ടൺ എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് ആൻസർ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾ വെറും 0.8 ന്യൂട്ടൺ ആണ് വലത്തോട്ട് കൊടുക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 0.98 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇവനെ വലത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ നോക്കൂ, ഈ കാണുന്ന ബ്ലോക്കിനെ നിങ്ങൾ 0.8 ന്യൂട്ടൺ കൊണ്ട് വലത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ അവൻ ഇടത്തോട്ട് മൂവ് ചെയ്യും. കാരണം 0.98 ന്യൂട്ടൺ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0.8. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തി വെക്കരുത്. ഞാൻ കാര്യത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ കാര്യം? ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദി മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്, ശ്രദ്ധിക്കണം, if the applied force is less than the maximum frictional force, then the frictional force is applied force. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ പോയിന്റ്
8 ന്യൂട്ടന് പകരം ഞാൻ ഇനിഷ്യലി കൊടുത്ത് ഒരു 0.2 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എത്ര മാത്രമേ തിരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് ഓഫർ ചെയ്യത്തുള്ളൂ? 0.2 ന്യൂട്ടൺ മാത്രമേ ഓഫർ ചെയ്യത്തുള്ളൂ. കാരണം മൈ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ പതുക്കെ എന്ത് കൂട്ടി? 0.3 ന്യൂട്ടൺ ആക്കി. അപ്പോൾ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായി മാറും? 0.3 ന്യൂട്ടൺ ആയിട്ട് മാറും. ഞാൻ പതുക്കെ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് 0.8 ന്യൂട്ടൺ ആക്കി. അപ്പോൾ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായി മാറും? ഇവിടെ 0.8 ന്യൂട്ടൺ ആയിരിക്കും. കാര്യം എന്താണ്? മൈ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദി മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസേ ചോദിക്കൂ. അല്ലാതെ ഡയറക്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് F=μ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. പക്ഷേ കൺസെപ്റ്റ്സ് പഠിക്കുന്നവർ മാത്രമാണ് ഇനി അങ്ങോട്ട് ആവശ്യം. അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ അപ്ലൈഡ് ഫോഴ്സും മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സും കമ്പയർ ചെയ്ത് നോക്കണം. ഇഫ് മൈ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ലെസ് ദാൻ ദി മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്, then the frictional force is 0.8 ന്യൂട്ടൺ. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ആരാണെന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി 0.8 ന്യൂട്ടൺ. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി 0.8 ന്യൂട്ടൺ. Why? Because my applied force is less than the maximum frictional force. ഇനി എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ ഗ്രാജുവലി കൂട്ടുന്നു വിചാരിക്കുക. ഈ 0.8 എന്നുള്ളത് 0.981 ന്യൂട്ടൺ ആക്കിയാൽ എന്ത് കിട്ടും? ഫ്രിക്ഷണൽ ഫോഴ്സ് 0.981 ന്യൂട്ടൺ ആയിരിക്കും. അതിനുശേഷം ഞാൻ പിന്നെ ഈ 0.9 ഇപ്പോൾ 10 ഒരു 0.9 ഒരു 1 ന്യൂട്ടൺ കൊടുത്താൽ എന്ത് പറ്റും? ഇവിടെ പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കഥ മാറിയിട്ട് ഡൈനാമിക് ഫ്രിക്ഷനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വച്ചിരിക്കുക. സോ ഹിയർ ദ ആൻസർ. ശ്രദ്ധിക്കണേ, ഇവിടുത്തെ ആൻസർ ആരാണ് പിള്ളേരെ? Who is the answer here? My answer is 0.8 Newton. Option B ആണ്. ഓപ്ഷൻ ബി is our answer. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We can move on to our second question. നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ. നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡ്സ് ലോ ഗവേണിംഗ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഡ്രൈ സർഫസസ് ആർ കറക്റ്റ്? അതായത് താഴെ പറഞ്ഞിരിക്കുന്നതിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ ചോദിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഡ്രൈ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, സോളിഡ് ടു സോളിഡ് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൈ ഫ്രിക്ഷൻ. അപ്പോൾ ആ ഡ്രൈ ഫ്രിക്ഷനെ പറ്റിയുള്ള കഥകളാണ് ചോദിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് F1 ആയാലോ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ. പേ എഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ ഏത് എഫ് ആണ്? നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് 1 ആയ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്ലൈഡ് ഫോഴ്സ് ഈ കാണുന്ന 0.8 ന്യൂട്ടൻ്റെ വാല്യൂ 1 ന്യൂട്ടൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറി ഡൈനാമിക് ഫ്രിക്ഷൻ ആവും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫ്രിക്ഷൻ ഈ കാണിക്കുന്നുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഒരു മ്യൂ ഡൈനാമിക് തരണം, അത് ഇട്ടുക്കണം. ആ ഡൈനാമിക് ഫ്രിക്ഷൻ ഇൻറ്റു RN ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സമയത്ത് അതായത് ഒരു ബ്ലോക്ക് അണ്ടർ ഡൈനാമിക് കണ്ടീഷനിലാണെങ്കിൽ അവിടെ ഡൈനാമിക് ഫ്രിക്ഷൻ്റെ കണ്ടീഷൻസിൽ വരണം. ഇപ്പോൾ ഡൈനാമിക് കണ്ടീഷൻസിലല്ല നിൽക്കുന്നത്. കാര്യം എന്താണ്? 0.8 ന്യൂട്ടൺ ആണ്. ദിസ് 0.8 ന്യൂട്ടൺ ഈസ് ലെസ് ദാൻ 0.98 ന്യൂട്ടൺ കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിക് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് 1 ന്യൂട്ടൺ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവർ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെ കാട്ടി കൂടുതലായിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ ബ്ലോക്ക് പതുക്കെ എങ്ങോട്ട് മൂവ് ചെയ്യും? റൈറ്റിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അവൻ ഡൈനാമിക്സിലോട്ട് മാറിയിരിക്കുകയാണ്. സ്റ്റാറ്റിക്കിൻ്റെ കഥ മാറി. അവിടെ നമുക്ക് എന്ത് തരേണ്ടിയിരിക്കുന്നു? ഡൈനാമിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് തരണം കേട്ടോ. എങ്കിലേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കൂ, ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഓക്കെ എന്ന് പറയും. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സോളിഡ് ഫ്രിക്ഷൻ, ഡ്രൈ ഫ്രിക്ഷൻ? നോക്കൂ, ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് എന്താ പറഞ്ഞത്? ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും സ്ലൈഡിങ് വെലോസിറ്റിയുമായിട്ട് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന് നമ്മുടെ ഫ്രിക്ഷൻ യാതൊരു ബന്ധവുമില്ല. ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നോർമൽ ഫോഴ്സ്. ശരിയാണ്. നോർമൽ ഫോഴ്സ് എത്രത്തോളം ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും എന്തുണ്ടാകുന്നത്? നമ്മുടെ ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് കോൺടാക്ട് സർഫസ്. അതായത് ആ കോൺടാക്ട് സർഫസ് ഡിപ്പെൻഡ് ചെയ്യും. ആ കോൺടാക്ട് സർഫസ് കൂടുതൽ റഫ് ആണെങ്കിൽ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാകും. കോൺടാക്ട് ഫോഴ്സസ് സ്മൂത്ത് ആകുന്നതോറും ആ ഫ്രിക്ഷൻ്റെ ഫോഴ്സ് എന്ത് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരൊക്കെ ശരിയായിട്ടുണ്ട്? 2 ശരിയാണ്, 3 ശരിയാണ്. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഒരു കാരണവശാലും ഏരിയ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് ആര് ബന്ധപ്പെടുന്നില്ല? നമ്മുടെ ഫ്രിക്ഷൻ ബന്ധപ്പെടുന്നില്ല. സോ 0.4 ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ 2, 3 and 4 ഈസ് കറക്റ്റ് ആൻസർ, വിച്ച് മീൻസ് നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. 2, 3 and 4. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ
നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുറേശ്ശെ നമുക്ക് ടഫായിട്ട് വരാം കേട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിനും പുറകിലോ ഇതിനും മുകളിലോട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും ഈ പറയുന്ന ISROക്കോ കേരള PSCക്കോ SSCക്കോ ഒന്നും ചോദിക്കത്തേയില്ല. അല്ലെങ്കിൽ ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എല്ലാം നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കൺസെപ്ച്വലി വർക്കൗട്ട് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ നിങ്ങൾ കളിച്ച് കാണാതെ പഠിച്ച് പോകാൻ പറ്റത്തില്ല. നോക്കൂ, അനദർ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം, ഞാനത് പറഞ്ഞു പോകാം. എ സോളിഡ് ബ്ലോക്ക് എ വെയിങ് Q കിലോഗ്രാം ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഫ്ലാറ്റ് ഫ്ലോർ. നോക്കുക, ഇതാണ് ഒരു സോളിഡ് ബ്ലോക്ക്. അവൻ്റെ വെയിറ്റ് എത്രയാണ്? Q ആണെന്ന് പറയുന്നത്. എ സ്മൂത്ത് സിലിണ്ടർ ബി വെയിങ് P, നോക്കൂ, വെയിങ് P കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എ സോളിഡ് എ ആൻഡ് ദ വെർട്ടിക്കൽ വാൾ. നോക്കൂ, ഇതാണ് നമ്മളെ വെർട്ടിക്കൽ വാൾ. ഈ വെർട്ടിക്കൽ വാളും ഈ സോളിഡ് സർഫസിന് ഇടയിൽ വെച്ചിട്ടുണ്ട്. ആസ് ഓൺ ദ ഫിഗർ, ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സിലിണ്ടർ വാൾ ആൻഡ് ദ ബ്ലോക്ക് എ ഈസ് നെഗ്ലിജിബിൾ. നോക്കൂ, ഈ പറയുന്ന നമ്മളെ സിലിണ്ടറും ഈ വോളും തമ്മിലുള്ള ഫ്രിക്ഷൻ നെഗ്ലിജിബിൾ, സ്മോളാണ്, കൺസിഡർ ചെയ്യേണ്ട. അതല്ലെങ്കിൽ തന്നെ അവർ കൃത്യം പറയുന്നുണ്ട് സ്മൂത്ത് സിലിണ്ടർ ആണെങ്കിൽ പിന്നെ അവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്ലോക്ക് എ ആൻഡ് ദ ഫ്ലോർ ഈസ് മ്യൂ. അതായത് ഈ ബ്ലോക്ക് എ, ഇതാണല്ലോ ബ്ലോക്ക് എ, ഈ ബ്ലോക്ക് എയും ഫ്ലോറും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ദ മിനിമം വെയിറ്റ് P റിക്കോർഡ് ഡിസ്റ്റർബ് ദ ബ്ലോക്ക് എ ഈസ്, അതായത് മിനിമം ഇവനെ ജസ്റ്റ് ഈ കാണുന്ന ബ്ലോക്ക് ജസ്റ്റ് റൈറ്റിലോട്ടൊന്ന് അനക്കാൻ വേണ്ടി എത്രമാത്രം ലോഡ് ഇവന് Pക്ക് വേണം? അതായത് സിലിണ്ടർ Pയുടെ വെയിറ്റ്, മിനിമം വെയിറ്റ്, എന്തിനു വേണ്ടി? നമ്മുടെ ബ്ലോക്ക് എ ഡിസ്റ്റർബ് ചെയ്യുവാനുള്ള മിനിമം വെയിറ്റ് സിലിണ്ടറിന് എത്ര വേണമെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അല്പം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഒന്നിന് മീതെ ഒന്ന് രണ്ടോ മൂന്നോ ബ്ലോക്കുകൾക്ക് അടുക്കി വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രിക്ഷൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഏറ്റവും ടോപ്പിലുള്ള സിസ്റ്റം എടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആരാണ്? നമ്മുടെ ബ്ലോക്ക് ബി ആണ്. അവിടെ ഞാൻ ആരെയും എടുക്കാൻ പോവുകയാണ്? നമ്മുടെ ബ്ലോക്ക് ബിനെ ഞാൻ ഇങ്ങെടുത്ത്, സോറി ബ്ലോക്ക് അല്ലല്ലോ, അവൻ ആരാണ്? നമ്മുടെ സിലിണ്ടർ അല്ലേ, നമ്മുടെ സിലിണ്ടറിനെ ഞാനത് ഇങ്ങെടുത്തു. നോക്കൂ, ലെറ്റ്സ് സേ ദിസ് ഈസ് മൈ സിലിണ്ടർ. ലെറ്റ്സ് സേ ദിസ് ഈസ് മൈ സിലിണ്ടർ. നോക്കൂ, ഈ സിലിണ്ടറിൻ്റെ എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഫ്രിക്ഷൻ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ സിസ്റ്റം ഏതെങ്കിലും സർഫസുമായി തട്ടി നിൽക്കുന്നുവെങ്കിൽ അവിടെ എന്തുണ്ടാകും? റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. അപ്പം നമ്മളെ സിലിണ്ടറിൽ തട്ടി നിൽക്കുന്ന നോക്കൂ, ഒന്ന് ഈ വോൾ തട്ടി നിൽപ്പുണ്ട്, അപ്പോൾ ഇവിടെ നിന്നൊരു റിയാക്റ്റീവ് ഫോഴ്സ് ഇങ്ങനെ വരും. പിന്നെ നമ്മുടെ ഈ കാണുന്ന ബ്ലോക്ക് ചെയ്ത് തട്ടി നിൽപ്പുണ്ട്, അപ്പോൾ ഇവിടെ നിന്നൊരു റിയാക്റ്റീവ് ഫോഴ്സ്, രണ്ട് റിയാക്റ്റീവ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യും. പ്ലസ് ഇവൻ്റെ വെയിറ്റ്, സെൽഫ് വെയിറ്റ് P. അപ്പോൾ ഈ 3 ഫോഴ്സുകളാണ് ആർക്കുള്ളത്? നമ്മുടെ സിലിണ്ടറിനുള്ളത്. നമുക്കതങ്ങ് വരയ്ക്കാം. നോക്കൂ. ആദ്യം ഞാൻ ആരെ വരയ്ക്കാൻ പോകാൻ? ഐ എം ഗോയിങ് ടു ഡ്രോ അവർ ഞാൻ അവൻ്റെ എന്ത് വരച്ചു? ആ സിലിണ്ടറിൻ്റെ വെയിറ്റ് വരച്ചിട്ടുണ്ട്. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ വെയിറ്റ്. ആ വെയിറ്റിന് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് P എന്ന് പറയുന്ന വെയിറ്റാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഈ വോളിൽ നിന്നുണ്ടാകുന്ന ഒരു റിയാക്ഷൻ, ദിസ് ഈസ് ദ റിയാക്ഷൻ ഫ്രം ദ വോൾ, ഞാൻ അവനെ R വോൾ എന്ന് വിളിച്ചു. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ നോക്കുക, ഇവർ തമ്മിൽ ഈ കാണുന്ന സിലിണ്ടർ ബിയും ബ്ലോക്ക് എയും തമ്മിൽ ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു റിയാക്ഷൻ ആര് കൊടുക്കും? നമ്മുടെ ബ്ലോക്ക് എ ഒരു റിയാക്ഷൻ നമ്മുടെ ബ്ലോക്ക് ബിയിലേക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ അതങ്ങ് മാർക്ക് ചെയ്യാം. നോക്കൂ, ഇങ്ങനെ, ദിസ് ഈസ് ദ റിയാക്ഷൻ. നോക്കൂ, ദിസ് ഈസ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്ത് വിളിക്കാൻ പോകുന്നു? R എന്ന് പറയുന്ന ഒരു പേരിട്ട് ഞാൻ അങ്ങ് വിളിക്കുന്നു. ലെറ്റ്സ് സേ ദിസ് ഈസ് R. This is R. ക്ലിയർ. ഇനി നോക്കൂ, ആംഗിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആംഗിൾ തന്നെങ്കിൽ നോക്കൂ, വെർട്ടിക്കലും ഈ കാണുന്ന ഇൻക്ലൈൻ സർഫസും തമ്മിൽ നമ്മളെ ഈ ബ്ലോക്ക് എയുടെ ഇൻക്ലൈൻ സർഫസ് ഉണ്ടല്ലോ, ഇവനും വെർട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്, θ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാണുന്ന വെർട്ടിക്കലിൽ ഈ കാണുന്ന ഇൻക്ലൈൻറ്റ് നമ്മളെ ബ്ലോക്കയുടെ ഇൻക്ലൈൻ ലൈൻ കണ്ടോ? അതിന് ഞാനൊന്ന് അങ്ങോട്ട് വരയ്ക്കാൻ പോവുകയാണേ. ഒന്ന് ശ്രദ്ധിക്കൂ, ഞാൻ അവനൊന്ന് വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനൊരു ഇതിൽ വരച്ചു തരാം. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ഈ കാണുന്നതാണ് ആരെന്ന് വിചാരിക്കുക, ആ ഇൻക്ലൈൻ സർഫസ്. ഈ ഇൻക്ലൈൻ സർഫസും വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? θ. സോ ദിസ് ഈസ് ആംഗിൾ θ. ശരിയല്ലേ? ലെറ്റ് മീ മേക്ക് ദ കളർ. ദിസ് ഈസ് ആംഗിൾ വാട്ട്? θ. ഇനി സിമ്പിളാണ്. സിഗ്മ ഹൊറിസോണ്ടൽ ഈസ് ഈക്വൽ ടു സിഗ്മ ഹൊറിസോണ്ടൽ ഈക്വൽ 0, സിഗ്മ വെർട്ടിക്കൽ ഈക്വൽ 0. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മളെ റെഫറൻസ് ആക്സിസ്, ലെറ്റ്സ് സേ ദിസ് ഇസ് മൈ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് മൈ വൈ ആക്സിസ്. നോക്കൂ, റെഫറൻസ് ആക്സിസിൽ പെടാത്ത ഒരാളോട് കിടപ്പുണ്ട്. നോക്കൂ, പി വൈ ആക്സിസിൽ കിടപ്പുണ്ട്, ആർ ഡബ്ല്യു എക്സ് ആക്സിസ് കിടപ്പുണ്ട്. പക്ഷേ ഈ ആർ എന്ന് പറയുന്ന സാധനം എവിടെ കിടക്കുന്നില്ല? എക്സിലും പെടുന്നില്ല, വൈയിലും പെടുന്നില്ല, ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ അവനെ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം എലോങ് എക്സ് ആൻഡ് വൈ. നോക്കൂ, ഞാൻ റിസോൾവ് ചെയ്യുന്നു. നോക്കൂ, എനിക്കറിയില്ല എത്രയാണ് ഇവൻ്റെ സൈനാണോ കോസാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇനിഷ്യൽ അറിയേണ്ട കാര്യവുമില്ല. ഞാനവിടെ മാർക്ക് ചെയ്തു, ഇതൊരു എക്സ് കമ്പോണൻറ്റ്, ഇതൊരു വൈ കമ്പോണൻറ്റ്. ഇനി ഇതിനകത്ത് ഇവൻ്റെ പേര് ഇതിലേത് ഹൊറിസോണ്ടലാണോ കോസ്, വെർട്ടിക്കലാണോ കോസ് നമുക്കറിയില്ല. അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ, തീറ്റ കണ്ടെത്തണം. എല്ലാ ഫ്രിക്ഷണൽ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ് ഇതാണ്. നിങ്ങൾ ആദ്യമേ സൈനും കോസും കണ്ടുപിടിക്കാൻ പോകണ്ട. നിങ്ങളുടെ റെഫറൻസ് ആക്സിസ് നോക്കുക, ഈ പറഞ്ഞ റെഫറൻസ് ആക്സിസ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. ആ റെഫറൻസ് ആക്സിസിൽ പെടാത്ത ഫോഴ്സുകൾ ഇൻക്ലൈൻഡ് ആണ്, അവന് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിലും വൈയിലും പോയിട്ടും അങ്ങനെ റിസോൾവ് ചെയ്തു. ഇനി നിങ്ങൾ ആംഗിൾ കണ്ടെത്തിയിട്ടാണ് അവന് പേര് കൊടുക്കാനുള്ളത്. ഇവൻ എക്സ് ആണോ, ഇവൻ കോസ് ആണോ, ഇവൻ സൈൻ ആണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നോക്കൂതാ, നിങ്ങളിന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് നോക്കൂ. ഇഫ് ദിസ് ഇസ് തീറ്റ, നോക്കൂ, രണ്ട് ലൈനുകൾ തമ്മിൽ, ഈ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈനിൻ്റെ പെർപെൻഡിക്കുലറുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളും എന്തായേ പറ്റൂ? തീറ്റ ആയേ പറ്റൂ. അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈൻ, ശരിയല്ലേ? ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ് ആരെന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ പറയുന്ന ഫോഴ്സ് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം കേട്ടോ. ദിസ് ഇസ് പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. അത് നമുക്ക് കാണാൻ അങ്ങനെ അല്ലെങ്കിലും ദിസ് ഇസ് പ്യുവർലി പെർപെൻഡിക്കുലർ തന്നെയാണ്. ഞാനത് ഒന്നുകൂടെ വരച്ചിട്ട് ക്ലിയർ ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നോക്കുക, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ദിസ് ഇസ് മൈ ആർ, ഇനിയാണ് നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ച് വയ്ക്കുന്ന രണ്ട് കമ്പോണൻറ്റുകൾ. ഒന്ന് ഈ കമ്പോണൻറ്റ്, ഒന്ന് വൈ കമ്പോണൻറ്റുമാണ്. ഇതിലാരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചിട്ടിരിക്കുകയാണേ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഈ കാണുന്ന പിയും ഈ കാണുന്ന ഇൻക്ലൈൻ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അവർ രണ്ടുപേരുടെയും പെർപെൻഡിക്കുലറുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. നോക്കൂ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ, ഈ പിക്ക് പെർപെൻഡിക്കുലറാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈൻ, ശരിയല്ലേ? ഈ വരച്ചിരിക്കുന്ന ലൈന് പെർപെൻഡിക്കുലറാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ആരായേ പറ്റൂ? ഈ ആംഗിളും തീറ്റ ആയേ പറ്റൂ. സോ ദിസ് ഈസ് ഓൾസോ തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ആരായിക്കോളും? ഇത് തീറ്റ ആണെങ്കിൽ തീറ്റയുടെ അടുത്ത് കിടക്കുന്നവൻ ആരായിരിക്കും? കോസ് തീറ്റ. സോ ദിസ് ഈസ് ആർ കോസ് തീറ്റ, ദിസ് ഈസ് ആർ സൈൻ തീറ്റ. കണ്ടോ, വളരെ ഈസി ആയിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ആംഗിൾ കണ്ടെത്തിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം നാച്ചുറലി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിലേക്ക് വന്നോളും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ റിസോൾവ് ദ ഫോഴ്സസ്. എങ്ങനെ റിസോൾവ് ചെയ്യാം? സമ്മേഷൻ ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0. എല്ലാ വെർട്ടിക്കൽ ഫോഴ്സും 0 കൊടുക്കൂ. എത്ര വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട് അതൊന്നും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഒരു പി ഡൗൺവേർഡ് ഡയറക്ഷനിലുണ്ട്, ഒരു ആർ സൈൻ തീറ്റ എവിടെയുണ്ട്? അപ്വേർഡ് ഡയറക്ഷനിലുണ്ട്. ഇവർ രണ്ടുപേരും അല്ലാതെ വേറൊരു ഫോഴ്സും ഇല്ല. അപ്പോൾ നമുക്ക് രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്, ഇവൻ അപ്വേർഡ്, ഇവൻ ഡൗൺവേർഡ്. അപ്പോൾ നമുക്ക് പി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് വിളിക്കാം? വി ക്യാൻ കോൾ പി ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്, പി ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇനി നിങ്ങൾ നോക്കൂ, ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ നിങ്ങൾ നോക്കൂ. ഒരു ആർ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ട്, ഒരു ആർ കോസ് തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സുകളല്ല, വേറെ ആരുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആർ വോൾ ഈസ് ഈക്വൽ ടു വാട്ട്? ആർ കോസ് തീറ്റ. ഇപ്പോൾ ആര് കഴിഞ്ഞ്? നമ്മുടെ എൻ്റെ പേരെന്താണ്? നമ്മുടെ അപ്പർ സിലിണ്ടർ കഴിഞ്ഞു. അപ്പർ സിലിണ്ടർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് വരണം? നേരെ നമ്മുടെ ഈ ബ്ലോക്ക്, നമ്മുടെ റിയൽ സിസ്റ്റമായ ബ്ലോക്ക് എയിലേക്ക് വരണം. അപ്പോൾ ഞാൻ നേരെ ബ്ലോക്ക് എ വരയ്ക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഡ്രോ മൈ ബ്ലോക്ക് എ. അറിയാമല്ലോ എങ്ങനെ ഇരിക്കുന്നത്? ദിസ് ഇസ് ദ നമുക്ക് അങ്ങനെ തന്നെ വരച്ചു പോകാം. ഓരോന്നോരോന്നിട്ട് വരച്ചു പോകാം അല്ലേ? നോക്കൂ, ഇങ്ങനെയാണ് ആരിയിരിക്കുന്നത്. ദിസ് ഇസ് മൈ ബ്ലോക്ക് എ. ഇനി നിങ്ങൾ ആ ബ്ലോക്ക് എ നോക്കൂ. ബ്ലോക്ക് എയിൽ ഉണ്ടാകുന്ന ഓരോരോ ഫോഴ്സസ് തരാം. ഫസ്റ്റ് ഫോഴ്സ് എന്നാൽ ബ്ലോക്ക് എയുടെ വെയിറ്റ് ആണ്. ആ വെയിറ്റ് നമുക്കറിയാം. എന്താണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്? ക്യൂ ആണ് അതിൻ്റെ വെയിറ്റ്. പിന്നെ ഇവിടെ സർഫസ് ഉണ്ടെന്ന് ക്വസ്റ്റിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആരാണ് സർഫസ്? ഇവനാണ് ആ സർഫസ്. ഈ സർഫസുമായിട്ട് അവൻ എന്തുണ്ടാകും? ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ നിങ്ങൾ അറിയണം. നോക്കണേ, ആ ഫ്രിക്ഷൻ അറിയണം. നോക്കൂ, ഈ കാണുന്ന സിലിണ്ടർ എന്ത് സംഭവിക്കുകയാണ്? അവൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സിലിണ്ടർ ആരെ പുഷ് ചെയ്യുകയാണ്? എൻ്റെ ഈ ബ്ലോക്ക് എനെ പുഷ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് എ റൈറ്റിലോട്ടാണ് ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കൂ, ഈ ബ്ലോക്ക്
ഈ സിലിണ്ടർ എൻ്റെ ബ്ലോക്കിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു. ബ്ലോക്ക് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യാനായിട്ട് ടെൻഡൻസി. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഓപ്പോസിറ്റ് ടു ദിസ് മോഷൻ. അപ്പോൾ ലെഫ്റ്റിലോട്ടായിരിക്കും ആര് വരുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. സോ ഇൻ ദിസ് ഡയറക്ഷൻ, this is the frictional force. അതിന് മുന്നേ നമുക്കിവിടെ എന്ത് വരയ്ക്കണം? നോർമൽ റിയാക്ഷൻ വരയ്ക്കണം. ഈ കാണുന്ന ഇത് ഫ്ലോർ അല്ലേ, സോ ആർ ഫ്ലോർ എന്ന് ഞാൻ വിളിച്ചു. ദിസ് ഇസ് ആർ ഫ്ലോർ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സസ് മ്യൂ ആർ ഫ്ലോർ. ഇനി ഒരു എല്ലാ ഫോഴ്സുകളും നമ്മൾ വരച്ചു എന്ന് നമ്മൾ ഡബിൾ കൺഫേം ചെയ്യണം. നോക്കൂ എങ്ങനെ ഡബിൾ കൺഫേം ചെയ്യാം. നോക്കൂ, ഇവൻ്റെ വെയിറ്റ് വരച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്ട് സർഫസ് ഉണ്ട്. അവിടെ നോർമൽ റിയാക്ഷൻ വരച്ചു, അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സും വരച്ചു. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ബ്ലോക്ക് ബി എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ കാണുന്ന ഇൻക്ലൈൻ സർഫസിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ റിയാക്ഷൻ ഉണ്ടായിരിക്കും. ആ റിയാക്ഷൻ ആർക്ക് ഈക്വൽ ആയിരിക്കും? ഈ കാണുന്ന ആർ എന്ന് പറയുന്ന റിയാക്ഷൻ ഈക്വൽ ആയിരിക്കും. കാരണം എവറി റിയാക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഈ കാണുന്ന സിലിണ്ടർ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു റിയാക്ഷൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? തിരിച്ച് റിയാക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അതേ സെയിം റിയാക്ഷൻ അവിടെ വരയ്ക്കുകയാണ്. അതെങ്ങനെയായിരിക്കും? പ്രോപ്പറായിട്ട് ഇവന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഡയറക്ഷനിലായിരിക്കും, കറക്റ്റ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ആൻഡ് ഇറ്റ് ഈസ് ആർ. ശരിയല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ആർ. ദിസ് ഈസ് ആർ. പക്ഷേ ഇവിടെയും നമ്മൾ നമ്മുടെ റെഫറൻസ് ആക്സസ് എക്സും വൈയുമാണ്. റെഫറൻസ് എക്സും വൈയും ആകുമ്പോൾ എക്സിലും വൈയിലും പെടാത്ത ഒരുത്തനുണ്ട്. ആരുണ്ടാ? ഇവൻ വൈയിലാണ് പെടുന്നത്. ഈ കാണുന്ന മ്യൂ ആർ എഫ് എക്സിലാണ്, ഈ കാണുന്ന ആർ എഫ് വൈയിലാണ്. അപ്പോൾ രണ്ടുപേരിലും പെടാത്തവൻ ആരുണ്ട്? നമ്മുടെ ഈ റിയാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ അവനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, ജസ്റ്റ് റിസോൾവ് ഇറ്റ്. എങ്ങനെ റിസോൾവ് ചെയ്യണം? ഒന്ന് അറൗണ്ട് എക്സ് ഡയറക്ഷൻ, മറ്റൊന്ന് അറൗണ്ട് വൈ ഡയറക്ഷൻ. എക്സിലും വൈയിലും പെട്ട് ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗിൾ കണ്ടെത്തിയാൽ മതി. നോക്കൂ, ആംഗിൾ ഈസി ആയിട്ട് നമുക്ക് ആംഗിൾ കണ്ടെത്തണം. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിളാണ്. ഇവിടെ ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കുക, ഈ കാണുന്ന ഹൊറിസോണ്ടലും ഈ കാണുന്ന റിയാക്ഷൻ തമ്മിൽ ആംഗിൾ തീറ്റയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനും ഇവനും തമ്മിൽ തീറ്റ. അതേ ലൈനല്ലേ ഹൊറിസോണ്ടൽ, അതേ ലൈനല്ലേ ഈ ആറ്. അപ്പോൾ ഇവിടുത്തെ തീറ്റ ആരാണ്? ദിസ് ഈസ് ദ തീറ്റ. തീറ്റ ആണെങ്കിൽ തീറ്റയോട് ചേർന്ന് കിടക്കുന്നവൻ എല്ലായ്പ്പോഴും കോസ്. സോ ദിസ് ഈസ് ആർ കോസ് തീറ്റ, ദിസ് ഈസ് ആർ സൈൻ തീറ്റ. അപ്പോൾ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിത് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, സമ്മേഷൻ ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി 0. വെർട്ടിക്കലി എത്ര ഫോഴ്സുകളുണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒന്ന്, അവൻ്റെ സെൽഫ് വെയിറ്റ് ഉണ്ട്. രണ്ട്, നമ്മളെ സർഫസിൻ്റെ ഫ്ലോറിൽ നിന്നുണ്ടാകുന്ന ഒരു നോർമൽ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതുകൂടാതെ ഈ റിയാക്ഷൻ്റെ ഒരു വെർട്ടിക്കൽ കമ്പൗണ്ട്. അപ്പം മൊത്തം 3 പേരുകളുണ്ട്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു ക്യൂമുണ്ട്, ആർ സൈൻ തീറ്റ. നമുക്ക് അവനെ പോസിറ്റീവാക്കി എടുക്കാം. ആർ എഫ് അപ്വേർഡ് ഫോഴ്സ് നമുക്ക് നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ തിരിച്ചു കൂടെ എടുക്കാം. എങ്ങനെ വേണം എടുക്കാം? ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അപ്വേർഡ് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവ് ആക്കാം. ഞാനിപ്പോൾ അപ്വേർഡ് പോസിറ്റീവ് എടുക്കട്ടെ. ദാറ്റ് ഈസ് ആർ എഫ് അപ്വേർഡാണ്. മൈനസ് ക്യൂ മൈനസ് ആർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? 0. അതോടെ നിൽക്കട്ടെ. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ ആദ്യമേ എടുത്തേടി ഇവിടെ ഇപ്പോൾ സിംപ്ലിഫൈ ആണ് നിൽക്കേണ്ട. കാരണം നമുക്ക് പിന്നീട് അങ്ങോട്ട് ആവശ്യം വരും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം എക്സും വൈയും ഒരുമിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സമ്മേഷൻ ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഷുഡ് ബി 0. ഹൊറിസോണ്ടൽ ഫോഴ്സ് നിങ്ങൾ നോക്കൂ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒരു ആർ കോസ് തീറ്റ റൈറ്റിലോട്ടുണ്ട്, ഒരു മ്യൂ ആർ എഫ് ലെഫ്റ്റിലോട്ട്. ഇവർ രണ്ടുപേരും അല്ല, വേറെ ആരുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മ്യൂ ആർ എഫ് ഈസ് ഈക്വൽ ടു വാട്ട്? ആർ കോസ് തീറ്റ. ആരാണ്? മ്യൂ ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. സോ മ്യൂ ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടേ? ദ മിനിമം വെയിറ്റ് പി ആണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ മിനിമം വെയിറ്റ് പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ആർ സൈൻ തീറ്റ. അപ്പോൾ ആറിൻ്റെ വാല്യൂ കണ്ടെത്തി, ആറിൻ്റെ ഇക്വേഷൻ കണ്ടെത്തി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഫ്രം ഹിയർ നമുക്ക് എന്ത് ചെയ്യാം? എവിടെ നമുക്ക് ആറിനെ കണ്ടെത്താം? നോക്കൂ, ഇപ്പം ഞാൻ ഫ്രം ഹിയർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ആർ. അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ ആറിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ആർ എഫ് മൈനസ് ക്യൂ എന്നായി മാറി. ഓർ ഫ്രം ഹിയർ ആർ ഈസ് ഈക്വൽ ടു വാട്ട്? ആർ എഫ് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ശരിയല്ലേ? അപ്പം ഈ ആറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് വേണം? ആർ എഫ് വേണം. ആർ എഫ് അവിടെ കിടപ്പുണ്ട്. വാട്ട് ഈസ് ആർ എഫ്? ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ ആണ്. ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ. ശരിയല്ലേ?
ഒരു സെക്കൻഡ്. ഇവിടെ ഒന്ന് നമുക്കൊന്ന് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിന്ന് അങ്ങ് ചെയ്യാം. നോക്കൂ, ഞാൻ ഈ ആർ സൈൻ തീറ്റ ഞാൻ അതേപോലെ അവിടെ എഴുതി. ഓക്കെ, ദെൻ ഈ ആർ എഫ് എന്ന് പറഞ്ഞാൽ ഹു ഈസ് ആർ എഫ്? ആർ എഫ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് ഓഫ് ക്യൂ എന്നിരിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ആറൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാം. ശരിയല്ലേ? ഈ ആറൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഈ ക്യൂ ഈസ് ഈക്വൾ ടു ഈ മൈനസ് ക്യൂവിന് ഇപ്പുറത്തും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ പ്ലസ് ക്യൂ ആയി മാറി. ഫ്രം ഹിയർ വി ക്യാൻ ഗെറ്റ് ആർ കോസ് തീറ്റ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ആർ സൈൻ തീറ്റ. ഓർ വി ക്യാൻ ആർ ഇവിടെ ഞാൻ കോമൺ എടുത്തു. അപ്പോൾ കോസ് തീറ്റ ബൈ മ്യൂ, ഇവിടെ എൽസിയം എടുക്കുമ്പോൾ അല്ല കോസ് തീറ്റ ബൈ മ്യൂ മൈനസ് സൈൻ തീറ്റയാണ് ആര്? നമ്മുടെ ക്യൂ എന്ന് കിട്ടും. ഫ്രം ഹിയർ വി ഗോട്ട് ആർ. വാട്ട് ഈസ് ആർ ഹിയർ? ആർ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് സൈൻ തീറ്റ. കഴിഞ്ഞു. ആറിൻ്റെ വാല്യൂ കിട്ടി. ഇനി ആറിൻ്റെ അടുത്ത് ഇവിടെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ആർ സൈൻ തീറ്റയാണ്. ശരിയല്ലേ? ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ ഹിയർ? ക്യൂ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. കോസ് തീറ്റ അടിയിൽ എന്തുണ്ട്? ഒരു മ്യൂ ഉണ്ട് അല്ലേ? ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഉണ്ട്. ദിസ് ഹോൾ ഇൻ ടു വാട്ട്? ഒരു സൈൻ തീറ്റ ഉണ്ട്. പക്ഷേ നമ്മൾ ഓപ്ഷൻസ് നോക്കൂ, ഓപ്ഷൻസിലെല്ലാം കിടക്കുന്ന ടാനിലാണ്. അപ്പോൾ ടാനിലാക്കാൻ വേണ്ടി ഞാനെന്ത് അറിയാമോ? നോക്കൂ, ടാൻ കിട്ടുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ന്യൂമറൽ ഡിനോമിനേറ്ററിന് ഒരു കോസ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക, ഇവിടെയും ഒരു കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെയും ഒരു കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എല്ലാം എന്തായി മാറും? ഇൻ ടേംസ് ഓഫ് ടാനലായിട്ട് അങ്ങ് മാറും. ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിടക്കുന്ന മ്യൂ എന്ന് പറയുന്ന ഫ്രിക്ഷൻ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? എല്ലാത്തിലും മ്യൂ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ എൽസിയം എടുക്കാം. എൽസിയം എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? മ്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ. ആ മ്യൂ അങ്ങ് മോളിൽ പോകും. അപ്പോൾ മോളിൽ പോകുന്ന മ്യൂ നമുക്കൊന്ന് എഴുതാം. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ ഡിവൈഡ് ബൈ എന്ത് ചെയ്യാൻ പോവുകയാണ്? കോസ് തീറ്റ. അപ്പോൾ ഇവിടെയും ഡിവൈഡ് ബൈ എന്ത് വരും? കോസ് തീറ്റ. ഇവരെയും ഡിവൈഡ് ബൈ എന്ത് വരും? കോസ് തീറ്റ. ഇനി എൽസിയം എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? മ്യൂ എൽസിയം എടുത്തിട്ട് ആ എൽസിയമിനെ മോളിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ക്യൂ മ്യൂ ഡിവൈഡഡ് ബൈ 1, കാരണം കോസ് തീറ്റ കട്ടായി പോയി. ആ മ്യൂ നമ്മൾ മോളിൽ കൊണ്ടുപോയി. മൈനസ് മ്യൂ സൈൻ ബൈ കോസ് എന്തായി മാറും? ടാൻ. 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. മുകളിൽ എന്തുണ്ടാവും? സൈൻ ബൈ കോസ് ഒരു ടാൻ തീറ്റയായി മാറും. കണ്ടോ? ആൻസർ. വി ഗോട്ട് ദി ആൻസർ. വാട്ട് ഇസ് ദ ആൻസർ? പി ഈസ് ഈക്വൽ ടു, നമ്മുടെ ഓപ്ഷനിൽ എന്താ ഉള്ളത്? പി ഈസ് ഈക്വൽ ടു മ്യൂ ക്യൂ ടാൻ തീറ്റ. മ്യൂ ക്യൂ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. നോക്കൂ, ഇത് ഓപ്ഷൻ നോക്കൂ. എന്താ ഓപ്ഷൻ? മ്യൂ ക്യൂ ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. സോ ഹിയർ ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. കണ്ടോ എന്തുമാത്രം സിമ്പിളാണ്. നമുക്ക് ഇവിടെ ഒന്നും കാൽക്കുലേറ്റേഴ്സ് ഒന്നും വേണ്ട, പക്ഷേ ഒരല്പം സിംപ്ലിഫിക്കേഷൻ്റെ ആവശ്യം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ സിംപ്ലിഫിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇവിടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. കാരണം ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ദിസ് ഇസ് IS പ്രീവിയസ് ഇയർ. നോക്കൂ, ISRO 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇത്രയും ടഫായിട്ടൊക്കെ തോന്നുന്നത്. സംഭവം ടഫ് അല്പം ലെങ്തിയാണ്. ബാക്കി ചുമ്മാ സിഗ്മ FX=0 സിഗ്മ FY=0 എന്ന് കളിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനും മുകളിലോട്ടുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. Now we are moving on to our next question. നോക്കൂ, this is also another beautiful question ആണ്. Okay. Beautiful question. ശ്രദ്ധിക്കൂ. എന്താ നോക്കൂ, in the figure shown the minimum ratio of mu1 by mu2 so that the masses move together with the application of force F. നോക്കൂ, masses move together with the application of force F is what? അതായത് ഈ കാണുന്ന 5 കിലോഗ്രാം ബ്ലോക്കും 10 കിലോഗ്രാം ബ്ലോക്കും തമ്മിൽ ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷനാണ് എന്തെന്ന് പറയുന്ന സാധനം? mu1 എന്ന് പറയുന്ന സാധനം. ഈ 10 കിലോഗ്രാം ബ്ലോക്കും ഈ കാണുന്ന ഫ്ലോറും തമ്മിലുള്ള ഫ്രിക്ഷനാണ് mu2. ഇവർ തമ്മിലുള്ള റേഷ്യോ mu1 by mu2 ആണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അതിലോട്ട് പോകാം. ഞാൻ പിന്നെ ചെറുതാക്കിക്കോട്ടെ. നിങ്ങൾ ആദ്യം വായിച്ചു കഴിഞ്ഞാണല്ലോ, ഇനി ചെറുതാക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഓരോരോ ബ്ലോക്കുകളായിട്ട് അങ്ങ് എടുത്ത് വരയ്ക്കാം. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക് വൺ ബൈ വൺ. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എപ്പോഴും വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ അപ്പർ ബ്ലോക്ക്സ്. അപ്പർ സിസ്റ്റത്തിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്രിക്ഷൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അപ്പർ ഫ്രിക്ഷണൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതാരാണ്, ദാറ്റ് ഇസ് 5 കിലോഗ്രാം ബ്ലോക്കാണ്. 5 കിലോഗ്രാം ബ്ലോക്ക്. ഈ 5 കിലോഗ്രാം ബ്ലോക്കിൽ എന്ത് ചെയ്യുകയാണ് നോക്കൂ, അവനെ പിടിച്ച് വലത്തോട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് വിത്ത് എ ഫോഴ്സ് എഫ്. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്തുണ്ടാകുന്നു, ഡൗൺവേർഡ് ഡയറക്ഷനിൽ അവൻ്റെ വെയിറ്റ് W ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് W ഈസ് ഇക്വൽ ടു mg. പിന്നെ ആരുണ്ട്, ഈ 5 കിലോഗ്രാം നോക്കുക, ഈ കാണുന്ന 5 കിലോഗ്രാം 10 കിലോഗ്രാം ഇവിടെ സർഫസ് ഉണ്ട്, ഒരു കോൺടാക്ട് സർഫസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, ഒരു നോർമൽ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ നോർമൽ റിയാക്റ്റീവ് ഫോഴ്സ് വരയ്ക്കണം. നോർമൽ റിയാക്റ്റീവ് ഫോഴ്സ്, ദിസ് ഇസ് ദ നോർമൽ റിയാക്റ്റീവ് ഫോഴ്സ്. ഞാൻ തൽക്കാലം അതിനെ R എന്ന് വിളിച്ചു, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ അവനെ R എന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കി, ഈ ബ്ലോക്ക് എങ്ങോട്ടായിരിക്കും ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ്, ഈ ബ്ലോക്കിനെ നമ്മൾ എങ്ങോട്ടാണ് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്, വലത്തോട്ട് വിത്ത് എ ഫോഴ്സ് എഫ്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും, അവൻ ഇടത്തോട്ടായിരിക്കും. സോ ഞാൻ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വരയ്ക്കുകയാണ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദിസ് ഇസ് അവർ ഫ്രിക്ഷണൽ ഫോഴ്സ്. ദിസ് ഇസ് μ1 R എന്ന് വിളിക്കാം. കാരണം ഫസ്റ്റ് ബ്ലോക്കും സർഫസ്, രണ്ട് ബ്ലോക്കുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ, കോഎഫിഷ്യൻ്റ് ഫ്രിക്ഷൻ μ1, ഞാൻ എൻ്റെ μ1 R എന്ന് വിളിച്ചു. ഇനി നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ നോക്കൂ. ഇവിടെ ഞാൻ സിഗ്മ FX FI എന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എഴുതി പോകാൻ പറ്റും. കാരണം എന്താണ്, ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കൂ, ഒരു ആറും ഒരു വെയിറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ അർത്ഥം എന്താണ്, അപ്വേർഡ് ഈ R ഈസ് ഈക്വൽ ടു എന്തായി മാറും, mg ആയിട്ട് മാറും. ഈ R ഈസ് ഈക്വൽ ടു ഇവിടെ mg ആയിട്ട് മാറും. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് that initial one, R1 is equal to what, mg. R1 is equal to what, mg. M എന്ന് പറഞ്ഞ സാധനം ആരാണ്, 5 കിലോഗ്രാം. സോ ഞാൻ അവനെ 5g എന്ന് വിളിച്ചു. ഇറ്റ് ഈസ് 5g. R1 is 5g. രണ്ടാമത്തെ നോക്കൂ, വലത്തോട്ടൊരു ഫോഴ്സ്, വലത്തോട്ട് നോക്കൂ F എന്ന് പറഞ്ഞ ഫോഴ്സ്, ഇടത്തോട്ട് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഈ കാണുന്ന F ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, ഇറ്റ് ഈസ് μ1 R എന്ന് കിട്ടി. ശരിയാണോ? ഇറ്റ് ഈസ് μ1 R എന്ന് കിട്ടി. ഇത് ശരിയാണോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത് ശരിയല്ല. കാര്യം എന്നറിയാമോ പിള്ളേരെ, ശ്രദ്ധിക്കണം. In the figure shown, the minimum force ratio of μ1 by μ2 so that the masses move together with the application of force. Masses move together. രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, അവർ തമ്മിലുള്ള എന്താണ് മറ്റേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെറ്റ് ഫോഴ്സ് ഇക്വൽ 0 ഇൻ X ഡയറക്ഷൻ പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, അവിടെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതേസമയം നമുക്ക് നെറ്റ് ഫോഴ്സ് ഇൻ Y ഡയറക്ഷൻ പറയാം. അത് സിഗ്മ FY നമുക്കിവിടെ എന്ത് പറയാം, 0. കാര്യം എന്താണ്, ഈ ഡയറക്ഷനിൽ ഇവിടെ എന്തില്ല, മൂവ്മെൻറ്റ്സുകളില്ല. Y ഡയറക്ഷനിൽ ഇവിടെ എന്തില്ല, മൂവ്മെൻറ്റുകൾ ഇല്ല. അതേസമയം X ഡയറക്ഷനിൽ ഇവിടെ എന്തുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റില്ല, ഈ F1 is equal to μ R എന്ന് കഥ എഴുതാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ഫോഴ്സ് അലോങ് ദ X ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു MA. വാട്ട് ഈസ് ദിസ് MA? M1 into A. ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇക്വൽ ടു നമുക്ക് അവിടെ എന്ത് പറഞ്ഞേ പറ്റൂ, നെറ്റ് ഫോഴ്സ് ഇക്വൽ ടു MA എന്ന് പറഞ്ഞേ പറ്റൂ. കാരണം അവിടെ ആക്സിലറേഷൻ വെറും 0യിൽ നിന്നാണ് അവൻ എന്ത് ചെയ്യിപ്പിക്കുന്നത്, മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട്, വെലോസിറ്റി ചേഞ്ച് ഉണ്ട്, അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ശ്രദ്ധിക്കണേ, ഒരുപാട് പേര് സാർ വൈ വി ഹാവ് നോട്ട് റിട്ടൺ ഇൻ ദിസ് MA ഇൻ Y ഡയറക്ഷൻ. അതിന് കാരണം എന്താണ് പിള്ളേരെ, നോക്കുക, ഈ ഡയറക്ഷൻ Y ഡയറക്ഷനിൽ എന്തില്ല, മൂവ്മെൻ്റ് ഇല്ല. കാരണം ഈ ബ്ലോക്കുകളൊന്നും പൊങ്ങി ചാടി പോകുന്നില്ല. ഇവനെ റൈറ്റ് സൈഡിലോട്ട് വലത്തോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന X ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻ്റ് ഉള്ളൂ, അവിടെ മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ. Y ഡയറക്ഷനിൽ മൂവ്മെൻറ്റും ഇല്ല. സോ ആക്സിലറേഷൻ അവിടെ 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നെറ്റ് ഫോഴ്സ് ഇക്വൽ 0 എന്ന കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ X ഡയറക്ഷനിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കൂ, നെറ്റ് ഫോഴ്സുകളുടെ ആരൊക്കെയാണ് ഉള്ളത് നോക്കൂ. നെറ്റ് ഫോഴ്സുകൾ പറയാമോ പിള്ളേരെ? ഹൂസ് നെറ്റ് ഫോഴ്സസ് ഓവർ ഹിയർ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ആക്സിലറേഷൻ, ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് പോസിറ്റീവ് ആക്കുന്നത്. ദാറ്റ് ഈസ് ഈ അപ്ലൈഡ് F, വലത്തോട്ടുള്ള ഫോഴ്സ് F ഞാൻ പോസിറ്റീവ് ആക്കി എടുത്തു. അത് മൈനസ് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള μ1 R എന്ന് പറയുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട്. ദിസ് ഈസ് ഈക്വൽ ടു MA. M1A. വാട്ട് ഈസ് M? 5 കിലോഗ്രാം ആണ്. ഇറ്റ് ഈസ് 5A എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചു. കഴിഞ്ഞു. ഫസ്റ്റ് ബ്ലോക്കിൻ്റെ കഥകളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വി ആർ ഗോയിങ് ടു ഡ്രോ ദ സെക്കൻഡ് ഫിഗർ, ബോട്ടം. സെക്കൻഡ് ഫിഗർ നോക്കൂ. സെക്കൻഡ് ഫിഗർ. ഇവൻ ആരാണ്? ദിസ് ഇസ് 10 കിലോഗ്രാം.
10 kilogram figure. Okay, 10 kilogram figure. ഈ ബ്ലോക്ക് രണ്ട് ബ്ലോക്കുകൾ ഞാൻ എങ്ങോട്ടാണ് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റിലോട്ടാണ്, റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ നോക്കൂ, ഈ സൈഡിലുള്ള ഫ്രിക്ഷൻ ഇവൻ ഈ ബ്ലോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്, ഈ ബ്ലോക്ക് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സർഫസിലുണ്ടാകുന്ന ഫ്രിക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാക്കണം, ഒരു റിയാക്റ്റീവ് ഫോഴ്സ് വരയ്ക്കണമല്ലോ. അപ്പോൾ അവിടെ കാരണം സർഫസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരച്ചേ പറ്റൂ, റിയാക്ഷൻ വരച്ചേ പറ്റൂ. ഞാൻ ആ റിയാക്ഷന് തൽക്കാലം ഞാൻ R1 എന്ന് പേര്, നേരത്തെ രണ്ടുപേരും കോമൺ ആയിട്ടുള്ളത് R കൊടുത്തുകൊണ്ട് ഇവിടെ ഞാൻ R1 എന്ന് പേര് കൊടുത്തു. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് അവൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് വരും, ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റിലോട്ട് വരും. ദാറ്റ് ഈസ് μ2 R1 എന്ന് ഞാൻ കൊടുത്തു. ഇനി നോക്കൂ, ഇവൻ എവിടെയൊക്കെ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്, 5 കിലോഗ്രാം ഉണ്ടെങ്കിലും ഇവിടെ കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന R എന്ന് പറഞ്ഞ സാധനം ആര് കൊടുത്തതാണ്, നമ്മുടെ 10 കിലോഗ്രാം ബ്ലോക്ക് ഇവനിൽ കൊടുത്തതാണ്. അപ്പോൾ തിരിച്ചെന്ത് ചെയ്യും, ഈ 5 കിലോഗ്രാം ബ്ലോക്ക് അതേ റിയാക്ഷൻ എവിടെ കൊടുക്കും, നമ്മുടെ 10 കിലോഗ്രാം ബ്ലോക്കിൽ കൊടുക്കുന്നു. അപ്പോൾ അത് വരയ്ക്കണം. അതാണ് ഇവൻ. വി സി ദിസ് ഈസ് അവർ മറ്റേ റിയാക്ഷൻ. 10 കിലോഗ്രാം നേരത്തെ 5 കിലോഗ്രാം കൊടുത്തു, ഇപ്പോൾ 5 കിലോഗ്രാം 10 കിലോഗ്രാം കൊടുക്കുന്നു. ആ R ഞാൻ വരച്ചു. പക്ഷേ നോക്കൂ, നിങ്ങൾ ഇതിനടുത്ത ഫ്രിക്ഷൻ ഇച്ചിരി കൺഫ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നോക്കൂ, ഈ ഫ്രിക്ഷൻ കണ്ടോ, ഇത് കണ്ടോ, ഈ ഫ്രിക്ഷൻ കണ്ടോ. ഈ ഫ്രിക്ഷൻ ഒന്നിൽ അപ്പർ ബോഡിയിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ എന്തിലോട്ടേ വരത്തുള്ളൂ, റൈറ്റ് സൈഡിലോട്ടേ വരത്തുള്ളൂ. കാരണം ഇത് രണ്ട് മ്യൂച്വലി ഇതേ സെയിം ഫ്രിക്ഷൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇല്ലേ. ഈ ബ്ലോക്ക് എന്ത് ചെയ്യണം, ഇവനെ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുന്നു. അപ്പോൾ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, ഇവനെ മുന്നോട്ട് പോകാതിരിക്കും, ഇവന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ബാക്കിലോട്ട് പിടിച്ചു വരുത്തും. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, ദിസ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. നോക്കുക, ഈ ഡയറക്ഷനിലായിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. ഇതാരായിരിക്കും, ദാറ്റ് ഈസ് മ്യൂ. ഇനിഷ്യലി പറഞ്ഞത് μ1 ആണല്ലോ ഇവിടെ. അപ്പോൾ μ1 × R ആണ് ഈ ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സ്. ദിസ് ഈസ് μ1 R. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഇത് കൂടാതെ ഇവൻ എന്തുണ്ട്, ഇവന് വെയിറ്റ് ഉണ്ട് ഇല്ലേ. ആ വെയിറ്റ് ഞാനിവിടെ ഇനിഷ്യലി പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ എക്സ്ട്രാ ഒരു ഫോഴ്സ് വരുന്നത് ഇവൻ്റെ വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് 10 G ആണ് അവൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് നേരെ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ കണ്ടീഷനിലോട്ടൊന്ന് പോവാം. സിഗ്മ FV = 0. കാരണം വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്തില്ല, മൂവ്മെൻറ്റ് ഇല്ല, ഹൊറിസോണൽ ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻറ്റ് ഉള്ളൂ. അപ്പോൾ നോക്കൂ, അപ്വേർഡ് ഫോഴ്സ് ഒരു R1 മുകളിലോട്ടുണ്ട്, ബാക്കി വെയിറ്റ് 10 G ഡൗൺവേർഡ് ഡയറക്ഷനാണ്, റിയാക്ഷൻ R ഡൗൺവേർഡ് ഡയറക്ഷൻ. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, 0 ആണ്. ഇനി നോക്കൂ, സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സ് ഇൻ X ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു വാട്ട്, MA. കാരണം X ഡയറക്ഷനിൽ എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ആ M ആരാണ്, നമ്മൾ 10 കിലോഗ്രാം. അപ്പോൾ ഞാൻ അങ്ങനെ 10A എന്നതിനെ കൊടുക്കാം. അപ്പോൾ X ഡയറക്ഷനിലോട്ട് നോക്കൂ, വലത്തോട്ടാണ് മൂവ്മെൻറ്റ്, അപ്പോൾ ആ ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ് കൊടുക്കണം. ദാറ്റ് ഈസ് μ1 R വലത്തോട്ടാണ്. പിന്നെ ഇടത്തോട്ട് ആരുണ്ട്, μ2 R1 ഉണ്ട്, μ2 R1 ഉണ്ട്. ഇത് രണ്ട് ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, 10A ആണ്. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, 10A. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കണേ, ഇനി കുറച്ച് കഥകളിലോട്ട് നമ്മൾ ഒരല്പം മാറ്റി എഴുതണം. ദിസ് ഈസ് 10A അല്ല, ഈ 10A ഞാൻ റീപ്ലേസ് ചെയ്യട്ടെ. നോക്കൂ, ഇത് 5A ആണ്, ഇത് 5A. ഈ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇഫ് ഐ ആം മൾട്ടിപ്ലൈയിങ് ദിസ് ഇക്വേഷൻ വിത്ത് 2, ദാറ്റ് ഈസ് 2F - 2 μ1 R ഈസ് ഈക്വൽ ടു 5 × 2 എന്തായി മാറും, 10 ആയിട്ട് മാറും. അപ്പോൾ 10Aക്ക് വരെ നമുക്ക് ആരെ കൊടുക്കാം, ഇവനെ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നു μ1 R - μ2 R1 ഈസ് ഈക്വൽ 10. 10A എന്ന് പറഞ്ഞാൽ ആരാണ്, 2F - 2 μ R -2 μ1 R -2 μ1 R. നമുക്കിനി എല്ലാം കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇനി ആരെയും കൂടെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കാണുന്ന F എന്ന് പറയുന്ന സിസ്റ്റത്തെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ കാണുന്ന 5 കിലോഗ്രാമും ഈ കാണുന്ന 10 കിലോഗ്രാമും ഒരുമിച്ച് ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഇൻഡിവിജ്വലി ഓരോ ബ്ലോക്കിനെ എടുത്ത് വരച്ചു. ഇനി നമ്മൾ ഈ 5 കിലോഗ്രാമും 10 കിലോഗ്രാമും ഈ കാണുന്ന F എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണം ഒരുമിച്ച് റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താവും നോക്കൂ. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് μ2 × അവിടുത്തെ റിയാക്ഷൻ ആരാണ്, ദാറ്റ് ഈസ് R1 ആണ്. അപ്പോൾ μ2 × R1 ആയിട്ട് മാറും. μ2 × R1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് അവൻ എന്ത് പറയാം, അങ്ങനെ F ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ആ കിട്ടുന്ന F ഈസ് ഈക്വൽ ടു നമുക്ക് μ2 R2 നമുക്ക് കൊടുത്തൂടെ കൊടുക്കാമോ, കൊടുക്കില്ലേടേ? ആരൊന്നും പറയുന്നില്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്.
ഇല്ല, ഡൗട്ട്സ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്? F is equal to mu 2 R2. F is equal to mu 2 R2. That is mu 1 R1 minus mu 2 R1 equal to 2 times F. What is F? Mu 2 R2. ശരിയല്ലേ? മൈനസ് 2 mu 1 R. 2 mu 1 R. അപ്പോൾ നമുക്ക് നോക്കൂ, ഇവനെ ഈ mu 1 ആറിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ചാക്കാം അല്ലേ? ഇത് mu 1 R ആണ്. അപ്പോൾ ഇവിടെ ഒരു mu 1 R ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിലുള്ള 2 mu R മൈനസ് 2 mu കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്ന് തൊട്ട് പ്ലസ് 2 mu 1 R കിട്ടും. പിന്നെ ഒരു മൈനസ് mu 2 R1 ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു മൈനസ് mu 2 R1. അതിനപ്പുറത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇവനപ്പുറത്തുണ്ടോ അല്ലേ? അതാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ റൈറ്റ് സൈഡിൽ 2 mu 2 R2 ഉണ്ട്. മറ്റവനപ്പുറത്തുണ്ടാകുമ്പോൾ തൊട്ട് പ്ലസ് mu 2 R1. അപ്പോൾ നോക്കൂ, ഈ mu 1 R1 പ്ലസ് 2 mu 1 R1 എന്താകും? 3 mu 1 R ആയിട്ട് മാറും. ശരിയല്ലേ? മറ്റവൻ ആരാണ്? 2 mu R2 പ്ലസ് mu 2 R2 എന്താ? ഇവിടെയും എന്ത് കിട്ടും? 3 mu 2 R2. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ പിള്ളേരെ? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ 3 ഞാൻ ക്യാൻസൽ ചെയ്ത് പോയി. mu 1 by mu 2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് ഇസ് mu 1 by mu 2? mu 1 by mu 2 is R2 by R ആണ്. Finally, we have arrived at an expression mu 1 by mu 2 is R1 by R2 by R. പക്ഷേ ഈ R2 by R നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിസോൾവ് ചെയ്യാം. നോക്കൂ, R2 ഞാൻ ഇവിടെ എഴുതിയിട്ട് സൈഡിലോട്ട് എഴുതിയിട്ട് അങ്ങോട്ട് പോകുന്നതായിരുന്നല്ല. നോക്കൂ, ഞാനിവിടെ എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് ആവശ്യം ഇപ്പോൾ എന്താണ്? R2 ഡിവൈഡഡ് ബൈ R വേണം. നോക്കൂ, R2ൻ്റെ വാല്യൂ നോക്കൂ. വാട്ട് ഈസ് R2? നമ്മളിവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് എഴുതുന്ന ആരുണ്ട്? വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കൂ. R2 ഇല്ലല്ലോ ഇവിടെ. ഇത് ആകപ്പാടെ മിസ്റ്റേക്ക് ആയാലെല്ലാം കൂടെ അല്ലേ? ഇത് R1 ആണല്ലേ? ദിസ് ഇസ് R1 ആണ്. ദിസ് ഇസ് R2 എന്ന് പറഞ്ഞ സാധനം ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. R1 അല്ലേ ഉള്ളൂ അല്ലേ? എല്ലാം കൂടെ തെറ്റിപ്പോയി. നമ്മൾ നോക്കൂ. R2 ഇല്ല. ഞാൻ ആ mu 2 അതല്ലേ നമ്മൾ ആദ്യമേ അങ്ങനെ വിളിക്കണം വരുന്നത്. R1. സോ ദിസ് ഈസ് ഓൾസോ R1. R1 by R. R1ൻ്റെ വാല്യൂ നമ്മളിലുണ്ട്. R1ൻ്റെ വാല്യൂ എത്ര നമ്മളിലുള്ളത് നോക്കൂ. R1 ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. വാട്ട് ഈസ് R1? R1 എന്ന് പറഞ്ഞാൽ എന്താണ്? R പ്ലസ് 10G. വാട്ട് ഈസ് R1? ഇത് R അല്ല, ഇത് ഞാൻ R. വാട്ട് ഈസ് R ഈസ് ഈക്വൽ ടു 5G. അപ്പോൾ നമുക്ക് കൊടുക്കാം. R-ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 5G. R1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് R പ്ലസ് 10G ആണ്. R1 എന്ന് പറയുന്നത് 5G ആണ്. 5G പ്ലസ് 10G എന്ത് കിട്ടും? ഇറ്റ് ഈസ് 15G ആയിട്ട് മാറും അല്ലേ? സോ 15G ഡിവൈഡഡ് ബൈ 5G ദാറ്റ് ഈസ് 3 ആയിട്ട് കിട്ടും. അപ്പോൾ R1 by mu 1 by mu 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻസർ 3. സോ mu 1 by mu 2 എന്ന് പറഞ്ഞാൽ R1 by R ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓപ്ഷൻ 3 ഇല്ലേ? ഉണ്ട്. ഓപ്ഷൻ ഡി നോക്കുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി 3 ഈസ് അവർ റൈറ്റ് ആൻസർ. ഇത്രയും ടഫ് ആവാനുള്ള കാര്യം എന്താണ്? ദിസ് ഈസ് ISRO പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നോക്കൂ, ISRO 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് അടുത്തൊരു പ്രോബ്ലം പറഞ്ഞു. വാ നോക്കൂ, അനദർ ബ്യൂട്ടിഫുൾ പ്രോബ്ലമാണ്. ഞാനത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ എന്ന് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ഇനിഷ്യലി സ്റ്റേഷനറി ഓൺ എ 45 degree ഇൻക്ലൈൻഡ് പ്ലെയിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനറി നിൽക്കുക. ദ കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ പ്ലെയിൻ ഈസ് 0.3. ഡൈനാമിക് ഫ്രിക്ഷൻ ആണ്, വിച്ച് മീൻസ് എന്താണ്? ഇവിടെ മൂവ്മെൻറ്റുകൾ ഉണ്ട്. ദ ബോഡി സ്ലൈഡ്സ് ഡൗൺ ദ പ്ലെയിൻ അറ്റൈൻസ് എ വെലോസിറ്റി 20 m/s. എന്നിട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ മീറ്റർ ബൈ ദ ബോഡി എലോങ് ദ പ്ലെയിൻ ക്ലോസ് ടു വാട്ട്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ചോദിക്കുന്നത്. ഞാനത് വരച്ചു തരാം. നോക്കൂ, വരച്ചതിന് ശേഷം നമുക്ക് ആ കാര്യത്തിലേക്ക് പോവാം. നോക്കൂ, വാ എങ്ങനെ പോവാം? ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഫിഗർ ഞാനൊന്ന് വരച്ചു തരാം. നോക്കൂ, ഇനിഷ്യലി ഇതാ എൻ്റെ ബ്ലോക്ക് എവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഇനിഷ്യലി മൈ ബ്ലോക്ക് ഈസ് ഹിയർ. ഇവിടെ എൻ്റെ ബ്ലോക്ക് ഇരിക്കുകയാണ് ഇനിഷ്യലി.
അവൻ എന്ത് ചെയ്യുന്നറിയാമോ പിള്ളേരെ, ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ എങ്ങോട്ട് വന്നു, താഴോട്ട് വന്നു. താഴോട്ട് എന്ന് പറഞ്ഞാൽ എലോങ് ദിസ് പ്ലെയിൻ ആണ് കേട്ടോ. ഈ പ്ലെയിനിൽ കൂടെ അവൻ താഴോട്ട് വന്ന് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ വെലോസിറ്റി, ഇനിഷ്യലി അവൻ്റെ വെലോസിറ്റി u0 m/s ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി v എന്ന് പറഞ്ഞ സാധനം 20 m/s ആയി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 20 m/s ആയിട്ടുണ്ടെങ്കിൽ അവൻ 0-ൽ നിന്ന് 20 m/s ട്രാവൽ ചെയ്യേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം. 0-ൽ നിന്ന് 20 m/s വരെ അവൻ എടുത്ത സമയമാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഇവനെ ഞാൻ തൽക്കാലം എസ് എന്ന് വിളിച്ചോട്ടെ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ്. നമ്മൾ ഇതിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതിന് ഫ്രിക്ഷൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പണ്ട് ന്യൂട്ടൺസ് ലോ പഠിച്ചിട്ടുണ്ടല്ലോ സാർ, v² - u² = 2as എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ u എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിപ്പോയി. അപ്പോൾ v² - 2a will give you the displacement. v² divided by 2a give you the displacement. അപ്പം നോക്കൂ v നമ്മളിലുണ്ട്. എത്ര v നമ്മളിലുണ്ട്? ഫൈനൽ വെലോസിറ്റി 20 m/s. 2 പണ്ടേ അറിയാം. ആര് അൺനോൺ ആണ്? ആക്സിലറേഷൻ ആണ് അൺനോൺ. ഈ ബ്ലോക്ക് താഴോട്ട് വരുന്ന ആക്സിലറേഷൻ അൺനോൺ ആണ്. ഈ ആക്സിലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായി? ഇവിടുത്തെ ആൻസറായി മാറി. അപ്പോൾ അവർ ജോബ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ. അവിടെയാണ് ആര് വരുന്നത്? നമ്മുടെ ഫ്രിക്ഷൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. കാര്യം എന്താണ്? ഡൈനാമിക് ഫ്രിക്ഷൻ 0.3 എന്ന് പറയുന്നുണ്ട്. ഇവൻ ഈ മോളിൽ നിന്ന് താഴോട്ടെത്തുമ്പോൾ ഡൈനാമിക് ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആദ്യം നമുക്കൊരു നമ്മുടെ പ്ലെയിൻ വരയ്ക്കണം. ദിസ് ഈസ് അവർ പ്ലെയിൻ ആൻഡ് അവർ പ്ലെയിൻ ഈസ് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. എത്ര ഡിഗ്രി എന്ന് പറയുന്നുണ്ട്? 45 ഡിഗ്രി. See, this is my block. നമുക്ക് ഇതിന് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാൻ വെച്ചു ക്ലാരിഫൈ. ഓക്കെ, ദിസ് ഈസ് മൈ ബ്ലോക്ക്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ ഇന്നലെ പോലെ കഴിഞ്ഞ ക്ലാസ്സിലെ പഠിപ്പിക്കുകയാണ്. ഇവൻ്റെ വെയിറ്റ് mg ഡൗൺവേർഡ് ഡയറക്ഷനിലാക്കി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു തീറ്റ ആംഗിൾ ഒരു ഹൊറിസോണലായിട്ട് മേക്ക് ചെയ്യുന്നതെങ്കിൽ ആ വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് എലോങ് ദ പ്ലെയിൻ എല്ലായ്പ്പോഴും mg sin θ ആയിരിക്കും. അവൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ mg cos θ ആയിരിക്കും. അപ്പോൾ ഞാൻ അതങ്ങ് എഴുതി പോവുകയാണ്. വെറുതെ ഇനിയിപ്പോൾ ഞാൻ റിസോൾവ് ചെയ്ത് കാണിക്കാൻ പോകുന്നില്ല കേട്ടോ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഒരു കമ്പോണൻറ്റ് ഈ പ്ലെയിനിന് പാരലായിരിക്കും, മറ്റൊരു കമ്പോണൻറ്റ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എല്ലായ്പ്പോഴും ആരായിരിക്കും? mg cos θ ആയിരിക്കും. പ്ലെയിനിന് പാരലൽ കമ്പോണൻറ്റ് mg sin θ. ശ്രദ്ധിക്കണേ, ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം ആരുടേതാണ്? നമ്മുടെ പ്ലെയിൻ, ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളല്ല. നമ്മുടെ പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ ആണെങ്കിൽ ആ പ്ലെയിനിൻ്റെ പാരലായിട്ടുള്ള വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് mg sin θ ആയിരിക്കും, മറ്റത് mg cos θ ആയിരിക്കും. ഇനി നമുക്ക് നോർമൽ റിയാക്ഷൻ്റെ കഥകളിലേക്ക് പോവാം. ഇനി ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കണം? ഒരു റിയാക്റ്റീവ് ഫോഴ്സ് വരയ്ക്കണം, വേണ്ടേ? സോ ദിസ് ഈസ് ദ റിയാക്റ്റീവ് ഫോഴ്സ്. ഈ പ്ലെയിനിന് ഒരു റിയാക്റ്റീവ് ഫോഴ്സ് വരയ്ക്കണം. സോ ദിസ് ഈസ് അവർ നോർമൽ റിയാക്ഷൻ. R എന്ന് വിളിച്ചു. ഈ പ്ലെയിൻ, ഈ കാണുന്ന ബ്ലോക്ക് എങ്ങോട്ടാണ് സ്ലൈഡ് ഡൗൺ ചെയ്യുന്നത്? സ്ലൈഡ് ഡൗൺ, താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? അവന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഈ ഡയറക്ഷനിലായിരിക്കും ആര് വരുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ്. സോ ദിസ് ഈസ് അവർ μr. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ റെഫറൻസ് ആക്സിസ് നമ്മൾ എടുക്കണം. സാധാരണ നമുക്ക് റെഫറൻസ് എടുക്കണം, നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെയുള്ള എക്സും ഇങ്ങനെയുള്ള എടുക്കാം, ഇങ്ങനെയുള്ള എക്സും വൈ എടുക്കാം, ഇഷ്ടമുള്ള എക്സും വൈ എടുക്കാം. നമ്മുടെ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എങ്ങനെയാണോ റെഫറൻസ് എടുക്കാനുള്ളത് ആ രീതി നമുക്ക് എക്സ് എടുക്കാം. ഇവിടെ കണ്ടോ, ഞാൻ ഈ പ്ലെയിനിന് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? എക്സ് ഡയറക്ഷൻ എടുക്കുകയാണ്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഞാൻ എന്തെടുക്കാൻ പോകുന്നു? വൈ ഡയറക്ഷൻ. കാര്യം എന്നറിയാമോ? എൻ്റെ എല്ലാ ഫോഴ്സുകളും ഒന്നുകിൽ പ്ലെയിനിന് പാരലാണ് അല്ലെങ്കിൽ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അങ്ങനെ എക്സ് എടുത്താൽ നമുക്കൊന്ന് റിസോൾവ് ചെയ്യാതെ ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ വേണമെങ്കിലും എടുക്കാം, ഈ എക്സും ഈ വൈയും എടുക്കാം. പക്ഷേ അവിടെ പിന്നെ അതിൽ വരാത്ത ഫോഴ്സുകൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ഫോഴ്സുകളും റിസോൾവ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? നമുക്ക് എങ്ങോട്ട് പോവാം? ആദ്യം നോക്കൂ, വെർട്ടിക്കൽ ഫോഴ്സ് നോക്കൂ. വെർട്ടിക്കൽ ഫോഴ്സ് ഒരു 6
അപ്വേർഡ് ഡയറക്ഷൻ ഉണ്ട്, ഒരു എം ജി കോസിൻ്റെ ഡൗൺവേർഡ് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ കിട്ടും നമുക്ക് ഈ പറയുന്ന ആർ എന്ന് പറയുന്ന സാധനം ആരാണ്? എം ജി കോസ് തീറ്റയാണ്. അതോടെ കിടക്കട്ടെ. പക്ഷേ നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് അത്ര ഈസി അല്ല. സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ along the plane or parallel to the plane sigma fx is equal to ma ആണ്. കാര്യം എന്താണ് ഇവിടെ? ഈ along the plane, അതായത് ഈ ഡയറക്ഷനിൽ എന്തുണ്ട്? ആക്സിലറേഷൻ. കൃത്യമായി പറഞ്ഞാൽ ഈ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ റൈറ്റ് സൈഡ് എന്തായി പോകത്തില്ല? 0 ആയി പോകത്തില്ല. ഇറ്റ് ഈസ് ma ആയി പോകും. അപ്പോൾ നോക്കൂ, എങ്ങോട്ടാണോ ബ്ലോക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ്. അപ്പോൾ നോക്കൂ, ആക്സിലറേഷൻ ഈ ഡയറക്ഷനാണ്. അപ്പോൾ എം ജി സൈൻ തീറ്റ പോസിറ്റീവാണ്. ഈ മ്യൂ ആർ എന്തായി മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, നമുക്കത് കൊടുക്കാം. ദാറ്റ് ഈസ് എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ആർ. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? എം എ. ഓർ വി ക്യാൻ റൈറ്റ് എം ജി സൈൻ തീറ്റ minus mu or what is r? mg cos theta. So it is mg cos theta. This is equal to what? ema. ഇനി നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കണേ പിള്ളേരെ, എല്ലാ പ്രോബ്ലത്തിലും എല്ലാ ടേമുകളിലും എം എം എം. അപ്പോൾ നമുക്ക് അവൻ എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്യലാം. ഈ എം പോയി, ഈ എം പോയി, ഈ എം പോയി. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. വാട്ട് ഈസ് ആക്സിലറേഷൻ മൈ ഡിയർ? ഈ ജി ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ വിൽ ഗീവ് യു ആക്സിലറേഷൻ എ. പക്ഷെ നമുക്കറിയാമല്ലോ കോസ് ഇവിടെ തീറ്റ 45 ആണ്. അപ്പോൾ കോസ് 45 ഈസ് ഈക്വൽ ടു ആരാണ്? സൈൻ 45 ആണ്. അപ്പോൾ അവർ രണ്ടുപേരും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പോൾ ഞാൻ സൈൻ 45 എന്ന് പറഞ്ഞ് ഞാൻ അവനെ പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുത്താൽ പിന്നെ അവിടെ ആരേ ഉള്ളൂ? 1 മൈനസ് മ്യൂ ബ്രാക്കറ്റിനകത്ത്. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വി സ്ക്വയർ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ആണ്. അപ്പോൾ എസ് കണ്ടെത്തണമെങ്കിൽ വി സ്ക്വയർ 20 സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. വാട്ട് ഈസ് എ? ഇവിടെ ജിയുടെ ജി നമുക്ക് 10 ആക്കി എടുക്കാം തൽക്കാലം. ജി ഐ ഹാവ് ടേക്കൺ ജി ആസ് 10. ഐ ഹാവ് ടേക്കൺ ജി ആസ് 10. ജി ഞാൻ ജീനെ കാരണം സിംപ്ലിഫൈ എളുപ്പത്തിന് വേണ്ടി ജീനെ ഞാൻ എന്താക്കി എടുത്തു? 10 ആക്കി എടുത്തു. സോ ജി സൈൻ 45. സൈൻ 45യുടെ വാല്യൂ നമുക്കറിയാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 45? ഇറ്റ് ഈസ് 1/√2. ഇത്രയും സാധനങ്ങൾ റൂട്ടിന് പുറത്ത് കിടക്കുകയാണ്. ഇൻറ്റു 1 മൈനസ് മ്യൂ. മ്യൂ തന്നിട്ടുണ്ട്. മ്യൂയുടെ വാല്യൂ എത്രയാണ്? 0.3. ദിസ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ഇത്രയും ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. നോക്കൂ, 20 സ്ക്വയർ ഇല്ലേ? 20 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 400, റൈറ്റ്? ഇറ്റ് ഈസ് 400. സോ 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 ഇൻറ്റു 1/√2 അല്ലേ? 1/√2ൻ്റെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് 0.7 ആണ്. നമുക്കിത് 0.7 കൊടുക്കാം. ഇൻറ്റു തൽക്കാലം എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഓവർ ഹിയർ? ഇറ്റ് ഈസ് 1/√2 ആണ് അല്ലേ? 1/√2 ഞാൻ മോളിൽ കൊണ്ടുപോകാം തൽക്കാലം. ഇറ്റ് ഈസ് √2 എന്ന് ഞാൻ മോളിലോട്ട് ചെയ്താൽ ഇറ്റ് ഈസ് √2 ഞാനങ്ങ് മോളിൽ കൊണ്ടുപോയി. അപ്പോൾ താഴെ 2 ഇട്ടുണ്ട് ഇൻറ്റു 1/3 എന്തായി മാറി? 1 മൈനസ് 0.3 ഇറ്റ് ഈസ് 0.7 എന്ന് കിട്ടി. ഇനി നോക്കൂ, 400/2 എത്ര വരും? ഇറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 0.7 എത്ര വരും? പിന്നെ √2ൻ്റെ വാല്യൂ നമുക്കറിയാം. √2 ഈസ് 1.4 ആണ്. പിന്നെ 10 ഇൻറ്റു 0.7 ഇത്രയല്ലേ സംഭവം വരുന്നത്? ഞാൻ എന്തെന്നറിയാമോ? ഇവരെ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ എളുപ്പത്തിലുണ്ട്. അപ്പോൾ 200 ഇൻറ്റു 14 1.41 ആണ് √2. ഞാൻ തൽക്കാലം 1.4 ആക്കി മാറ്റി. ഇൻറ്റു 10 ഇൻറ്റു 7 ഇൻറ്റു 10 10 ഇൻറ്റു 7. അതായത് നോക്കൂ, ഈ കാണുന്ന 0.7 ഇൻറ്റു 10 ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഞാൻ 10 എന്ന് എഴുതി. ഈ 10 അവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും നോക്കൂ നിങ്ങൾ. ഈ 7ഉം ഇവിടെ കട്ട് ചെയ്ത് പോയി 2 ആയിട്ട് മാറും അല്ലേ? 14 2 ടൈംസ് പോകും. പിന്നെ നോക്കൂ, ഈ കാണുന്ന ഒരു 0 കട്ട് ചെയ്ത് പോകും. പിന്നെ 20 ഇൻറ്റു 2 ആൻസർ വിൽ ബി 40 മീറ്റർ ആണ് നമ്മുടെ ഫൈനലി നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറയും? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നമ്മൾ ഓപ്ഷനിൽ
40യുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവൻ ആരുണ്ട് നോക്കൂ, 41. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 41 മീറ്റർ. ആൻസർ സി, ഓപ്ഷൻ സി, 41 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ISRO ക്വസ്റ്റ്യൻസിനകത്തുള്ള ഒരു കാര്യം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു അനദർ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാൻ എപ്പോഴും അനദർ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് ക്രോസ് സെക്ഷൻ 4/3, 20 kilogram mass rest on a flat horizontal surface as shown in the figure below. If the coefficient of friction between the block and the surface, നോക്കൂ ഈ ബ്ലോക്കും സർഫസും തമ്മിലുള്ള coefficient of friction is 1/4, 0.25 ആണ്. The force F which will cause the block to move approximately by, just ഇവനൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടുള്ള ഫോഴ്സ് ഇവിടെ കൊടുക്കുകയാണ്. ആ ഫോഴ്സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് kgf കണ്ടെത്താൻ പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിച്ച് കളയാം. നോക്കൂ, ലെറ്റ്സ് സേ ദിസ് ഈസ് മൈ ബ്ലോക്ക്. This is my block. ഈ ബ്ലോക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ് നോക്കൂ, ഇതാ ഒരു കറക്റ്റ് ഒരു ഇൻക്ലൈൻ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ദിസ് ഇസ് ദ ഫോഴ്സ് എഫ്. പക്ഷേ ഈ ഫോഴ്സ് എഫ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്യുന്നു എലോങ് ഹൊറിസോണ്ടൽ ആൻഡ് എലോങ് വെർട്ടിക്കൽ. ദിസ് ഈസ് ആംഗിൾ തീറ്റ എത്ര, 13 പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എഫ് കോസ് 30 ആയിരിക്കും. ദിസ് ഈസ് എഫ് സൈൻ 30 ആയിരിക്കും. ശരിയല്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ അത് എന്തെന്ന് പറയുന്ന സാധനം, നമ്മുടെ സർഫസ്. ഇവനെ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യാൻ ശ്രമിപ്പിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം എങ്ങോട്ടായിരിക്കും? നോർമൽ റിയാക്ഷൻ നേരെ പ്യൂർലി അപ്പോർഡ് ഡയറക്ഷനിലുള്ള നോർമൽ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏത് സൈഡിലോട്ടാണ്? ഈ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണം ഇവൻ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ദിസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ വരയ്ക്കുകയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ദിസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് mu r. ഇനി ആരുണ്ട്? ഇവൻ്റെ സെൽഫ് വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ സെൽഫ് വെയിറ്റ് W. ഓക്കെ, W ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് EMG. എല്ലാം ഇൻ ടേംസ് ഓഫ് നമുക്ക് ജിയിൽ പറയാം. കാര്യം തന്നേക്കുന്ന ഓപ്ഷൻസ് എല്ലാം കിലോഗ്രാം ഫോഴ്സിലാണ്. അപ്പം ജീനെ അതേപോലെ നിലനിർത്തുന്നതാണ് നമുക്ക് നല്ല. ജീൻ്റെ വാല്യൂ 10 കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ അവസാനം 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇൻ ടേംസ് ഓഫ് ജിയിൽ കൊടുക്കുകയാണ് എല്ലാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നോക്കൂ വെർട്ടിക്കൽ ഫോഴ്സിൽ അനലൈസ് ചെയ്യാം. വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കൂ, ഒരു R ഈസ് ഈക്വൽ ടു mg എന്ന് കൊടുത്ത് കളയരുത്. കാരണം സാധാരണ വെർട്ടിക്കൽ നമുക്ക് എന്തേ വരാറുള്ളൂ, ഈ കാണുന്ന വെയിറ്റും റിയാക്ഷനും മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഇവിടെ R വെയിറ്റ്, അത് കൂടാതെ ഒരു അപ്പോർഡ് എഫ് സൈൻ 30 ഉണ്ട്. അത് നമ്മൾ വിട്ടുപോകരുതേ. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോർഡ് ഫോഴ്സ് R ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. മൈനസ് W mg മൈനസ് ഡയറക്ഷനാണ്. പിന്നെ ഒരു എഫ് സൈൻ 30 മുകളിലോട്ട് പോയിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇത് ഏത് ഫോഴ്സാണ്? സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സിഗ്മ എഫ് വെർട്ടിക്കൽ ഈസ് ഈക്വൽ ടു 0. നൗ വി ആർ മൂവിങ് ഓൺ ടു സിഗ്മ ഹൊറിസോണ്ടൽ. നോക്കൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നോക്കൂ, ഒരു mu r റൈറ്റിലോട്ടുണ്ട്. പിന്നെ ആരേ ഉള്ളൂ, ഒരു എഫ് കോസ് 30 ലെഫ്റ്റ് സൈഡിലോട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി, ആര് കിട്ടി? എഫ് കോസ് 30. വേറെ ഒരു ഫോഴ്സും ഇല്ല. എഫ് കോസ് 30 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, mu ടൈംസ് റിയാക്റ്റീവ് ഫോഴ്സ് R എന്ന് പറയാം. ഓർ വി ക്യാൻ റൈറ്റ് എഫ് കോസ് 30 ഡിവൈഡഡ് ബൈ mu വിൽ ഗീവ് യു ദ റിയാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ നമുക്കിവിടെ ആറിന് വരെ എന്ത് കൊടുക്കാം? ഹു ഇസ് ദിസ്? എഫ് കോസ് 30 ഡിവൈഡഡ് ബൈ mu. ഇതാണ് ആരാ? നമ്മുടെ R മൈനസ് mg പ്ലസ് എഫ് സൈൻ 30 ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് കണ്ടുപിടിക്കാനുള്ള ആരാണ്? എഫ് ആണ്. അപ്പോൾ എഫ് ഉള്ള ടേമിനെല്ലാം ഞാൻ കോമൺ ആയിട്ട് അവിടെ നിന്ന് എഫ് ഞാനിങ്ങനെ പുറത്തെടുത്തു. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ, ഒരു കോസ് 30 ബൈ mu മൈനസ് സൈൻ 30 മൈനസ് സൈൻ 30 മൈനസ് mg അപ്പുറത്ത് പോകുമ്പോൾ ഞാൻ എന്ത് പ്ലസ് mg എന്നതാണ്. ശരിയല്ലേ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ മ്യൂവിനെ ഞാനിപ്പോൾ ഒരു LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു മ്യൂ വരും, ഹോൾ ഡിവൈഡ് ബൈ മ്യൂ, ആ മ്യൂ അപ്പുറത്ത് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ഞാനതങ്ങ് എഴുതി, വെറുതെ ഒരു സ്റ്റെപ്പിന് എഴുതി സമയം കളയണ്ട. LCM എടുത്തു, ഇവിടെ മ്യൂ വന്നു. ഇവിടുത്തെ മ്യൂവിനെ ഞാൻ LCM എടുക്കുമ്പോൾ അതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്ത് മ്യൂ വരും. അപ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മ്യൂ mg ഡിവൈഡഡ് ബൈ കോസ് 30 മൈനസ് മ്യൂ സൈൻ 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദി ആൻസർ. നോക്കൂ, മ്യൂ എന്ന് പറഞ്ഞ ക്വസ്റ്റിനെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് 1/4 എന്ന ക്വസ്റ്റിനെ പറയുന്നുണ്ട്. മാസ് 20 ആണെന്ന് പറയുന്നുണ്ട്. ജീനെ ഞാൻ അതേപോലെ എഴുതി, കാരണം നമുക്ക് ഇൻ ടേംസ് ഓഫ് ജിയിൽ
കിട്ടിയാൽ മതി ആൻസർ. cos 30 നമുക്ക് എല്ലാവർക്കും അറിയാം. cos 30 is √3/2 മൈനസ് അഗെയിൻ മ്യൂ 1/4 ആണ്. sin 30 എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം ഇറ്റ് ഈസ് 1/2 ആണ്. നോക്കൂ ഡിനോമിനേറ്ററിൽ നോക്കുക, ഇവിടെയും ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ആ 2 പുറത്തെടുത്ത് ഞാനങ്ങ് മോളിൽ കൊണ്ടുപോട്ടെ. മോളിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? മോളിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? 2/4. 2/4 എന്ന് പറഞ്ഞാൽ 1/2. 1/2 എന്ന് പറഞ്ഞാൽ 20/2 എന്തായി മാറും? 10g ആയിട്ട് മാറും ന്യൂമറേറ്റർ. സോ ഇറ്റ് ഈസ് 10g. പിന്നെ ഡിനോമിനേറ്ററിൽ ആരേ ഉള്ളൂ? ഒരു √3യും മൈനസ് √3യുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും നമുക്ക് വാല്യൂ സാധിക്കും. √3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.7 അപ്രോക്സിമേറ്റ്ലി വരും. 1/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.25. അപ്പോൾ 1.7 + 1.25 ഇവർ കൂട്ടുമ്പോൾ ഇറ്റ് വിൽ ബി 1.95. ഇവർ ഞാൻ റൗണ്ട് ഞാൻ 2 ആക്കിക്കോട്ടെ. അപ്പോൾ ഫൈനലി ആൻസർ 10g/2 ദാറ്റ് ഈസ് 5g ആണ് നമ്മുടെ ആൻസർ. ഈ കാണുന്ന എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആരായിരിക്കും? 5g ന്യൂട്ടൺ ആണ്. അല്ലെങ്കിൽ ഈ ജീനെ നമ്മൾ ഡിവൈഡ് ബൈ ജി ചെയ്ത് നമുക്ക് എന്തൊരു 5 കിലോഗ്രാം ഫോഴ്സ് എന്ന് കിട്ടും. ആൻസർ എല്ലാം കിലോഗ്രാം ഫോഴ്സിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ ഓപ്ഷൻ സി 5 കിലോഗ്രാം ഫോഴ്സ് ആണ്. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസുകൾ ഈസി ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ആൻസറിൽ വലിയ വ്യത്യാസം വരത്തില്ല. അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ സി Option C 5 kilogram force is my answer. Okay, option C 5 kilogram force is my answer. ഇനി നോക്കൂ, again 2 blocks A and B 1 kilogram each are kept on a flat surface, one above the other. The coefficient of friction between each contacting pair is 0.2. ഇവിടെയും എല്ലാം എന്താണ്? mu 0.2 ആണ്. If the lower block is pulled with a horizontal force F, the minimum value F for which the slip occurs between the block nearly is. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ ഒരല്പം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിലെ ബ്ലോക്കാണ്. അതായത് ഇവിടുത്തെ ബ്ലോക്ക് എയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കഥകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. We have to start from block A. See, this is block A. This is my block A. നോക്കൂ, നിങ്ങളിപ്പോൾ ഇതൊരു ലോറിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കാറാണ്, ഒരു ഓപ്പൺ ലോറിയാണ്. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുക. വണ്ടി ഇങ്ങനെ മുമ്പോട്ടാക്കുക, സഡൻലി വണ്ടി മുമ്പിലോട്ടെടുക്കുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിറകിലോട്ടാവും ഇല്ലേ? അതേ സെയിം എഫക്റ്റ് ഇവിടെയും സംഭവിക്കും. ഈ ബ്ലോക്ക് ബിയിൽ പിടിച്ചൊരു പുള്ളി ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ബ്ലോക്ക് പുറകോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ബ്ലോക്ക് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ടുവേർഡ്സ് ലെഫ്റ്റ്. ശ്രദ്ധിക്കണേ, ഈ ബ്ലോക്ക് ബീനെ ഞാൻ താഴത്തെ ബ്ലോക്ക് ബീനെ വലത്തോട്ട് പിടിച്ച് ഞാൻ പുള്ളി ചെയ്യുകയാണ്. പുള്ളി ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മളൊരു പെട്ടെന്ന് ഒരു ബ്ലോക്കിൻ്റെ പുറത്തിരിക്കും, ഒരാളെ പിടിച്ച് ആ ബ്ലോക്കിനെ വലിക്കുകയാണ്. ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിറകിലോട്ട് പോകും. അപ്പോൾ ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് ഇനിഷ്യലി എങ്ങോട്ടാണ്? ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഈ കോൺടാക്ട് സർഫസിനകത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് വരും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാരണം ഇവൻ്റെ ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് ലെഫ്റ്റ് ആണെങ്കിൽ അവൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ അതങ്ങ് എഴുതി പോകാം. അവൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ കോമൺ റിയാക്ഷൻ ഞാൻ തൽക്കാലം ഞാൻ എന്ത് വിളിച്ചു? ബി ആർ. ഈ ഡയറക്ഷനിൽ മ്യൂ ആർ. അവൻ്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് എം ജി. രണ്ടും ഒരേ മാസമാണ്, ഞാൻ എം ജി എന്ന് വിളിച്ചോട്ടെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, നോക്കൂ ഇവിടെ നോക്കൂ, ഈ കാരണത്തിൽ നോക്കൂ, ഇവിടെ എം ജി ഡൗൺവേർഡ്, ആർ റിയാക്റ്റീവ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ആർ ഈസ് ഈക്വൽ ടു എം ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ടുള്ള ഫ്രിക്ഷനിലെ കഥകളോട്ട് നമ്മൾ പോകേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവിടെ പ്രത്യേകിച്ച് മ്യൂ ആർ മാത്രമേ ഉള്ളൂ, അതിനടുത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ബ്ലോക്ക് ബിയിലോട്ട് പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഡ്രോ ബ്ലോക്ക് ബി. നോക്കൂ, ബ്ലോക്ക് ബി വരയ്ക്കുകയാണ്. See, this is block B. You see, this is block B. ബ്ലോക്ക് ബിനെ നോക്കൂ, അല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കാണാം. ദാ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ട് കൊണ്ടുപോയി? വലത്തോട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ആ ബ്ലോക്ക് ബിക്ക് എവിടെയൊക്കെ കോൺടാക്ട് സർഫസസ് ഉണ്ടോ അവിടെയെല്ലാം അവൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് വരുന്നത്? ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാകുന്നു? ഫ്രിക്ഷൻ.
അവിടെയും കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെയും കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കോണ്ടാക്ട് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് മ്യൂ ആർ ആണ്. അത് മാത്രമല്ല ഈ കാണുന്ന റിയാക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? ഈ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ ദിസ് ഇസ് ആർ ഇല്ലേ? രണ്ട് കോണ്ടാക്ട് സർഫസ് ഇല്ലേ? എയും ബിയും തമ്മിലുള്ള കോണ്ടാക്ട് ഇല്ലേ? എ ഒരു വെയിറ്റ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ബി ഒരു റിയാക്ഷൻ മോളോട്ട് കൊടുക്കും. അത് ഈക്വലിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആറും കണ്ടോ? ഈ കാണുന്ന ബ്ലോക്ക് ബി എയിലോട്ട് കൊടുക്കുന്ന റിയാക്ഷനാണ് ഈ കാണുന്ന സാധനം. ഈ ബ്ലോക്ക് എ ബ്ലോക്ക് ബിയിലോട്ടുന്ന റിയാക്ഷനാണ് ഈ കാണുന്ന റിയാക്ഷൻ. അത് രണ്ടും ഞാൻ വരച്ചു. ഇനി ഈ കാണുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു റിയാക്ഷൻ വരും. അത് ആരുടെ റിയാക്ഷനാണ്? അത് ബ്ലോക്ക് ബിയുടെ റിയാക്ഷൻ അല്ലേ? അതുകൊണ്ട് ഞാൻ അവനെ RB എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ, ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് μRB എന്ന്. ഇത് കൂടാതെ ഇവൻ എന്തുണ്ടാകും? ഇവന് സ്വന്തം വെയിറ്റ് ഉണ്ട്. ആ MGയും ഡൗൺവേർഡ് ഇറക്കും. ഈ രണ്ട് ഫോഴ്സുകളല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. നോക്കൂ, ഞാൻ ഹൊറിസോണ്ടൽ ഫോഴ്സിൽ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. വലത്തോട്ട് ഒരു F ഉണ്ട്, ഇടത്തോട്ട് നോക്കൂ, ഇവിടെ ഒരു μR ഉണ്ട്, ഇവിടെ ഒരു μRB ഉണ്ട്. നമുക്ക് അവനെ എഴുതാം ആദ്യം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? F ഈസ് ഈക്വൽ ടു μR പ്ലസ് μRB എന്ന് പറയാം. അല്ലെങ്കിൽ മ്യൂ പുറത്തെടുത്താൽ R പ്ലസ് RB എന്ന് വിളിക്കാം. ഇനി നോക്കൂ, സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ 0 കൊടുക്കൂ. RB എന്ന് പറയുന്ന ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ ഉണ്ട്. ബാക്കി നോക്കൂ, MG ഡൗൺവേർഡ് ഡയറക്ഷനാണ്, R downward direction. This is equal to 0. From here we can calculate RB is equal to MG plus R. MG plus R. What is R here? R കണ്ടുപിടിച്ചിട്ടുണ്ട്. It is MG എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം MG plus MG what it give? It will give 2 MG. അപ്പം നോക്കൂ, F is equal to mu into what is R? It is MG. What is RB? It is 2 MG. It is 2 MG. That is mu into 3 MG ആണ് നമ്മുടെ ഫോഴ്സ് F. മ്യൂ ഇൻറ്റു 3 MG ആണ് നമ്മുടെ ഫോഴ്സ് F. ശരിയല്ലേ? അപ്പോൾ നമുക്കിനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വാല്യൂസ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വാട്ട് ഇസ് മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടില്ല ഇതിനകത്ത്. മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടില്ല. .2. So this is 1/2 into 3 into M1 G 10 ആണ്. അപ്പോൾ 30/2 it is something somewhere missing is here. എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആർക്കെങ്കിലും പറയാം വേർ ഇസ് ദ മിസ്റ്റേക്ക്? μRB പ്ലസ് μRB പ്ലസ് R. എന്തോ ഒരു പ്രശ്നം. സോറി. അതായത് ഈ മ്യൂവിൻ്റെ വാല്യൂ 0.2 ആണ്. ദ വാല്യൂ ഓഫ് മ്യൂ ഇസ് നോട്ട് 1/2 കേട്ടോ. അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. 1/2 അല്ല, 0.2. 0.2 എന്ന് പറഞ്ഞാൽ 2/10. അപ്പോൾ നോക്കൂ, 3 into 10 30 into 2 60. 60/10 ഈസ് 6 ന്യൂട്ടൺ ആണ് ആര്? നമ്മുടെ ഈ പറയുന്ന അപ്ലൈഡ് ഫോഴ്സ് 6 ന്യൂട്ടൺ. അപ്പോൾ 6 വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ വരാണ്. ഇറ്റ് ഈസ് 5.9 ന്യൂട്ടൺ. കാരണം നമ്മൾ കുറേ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ അപ്രോക്സിമേഷൻ? ജിയുടെ വാല്യൂ 9.8 നമ്മൾ 10 ആക്കി റൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് 5.9 ന്യൂട്ടൺ. ആൻസർ ഈസ് 5.9 ന്യൂട്ടൺ. ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. Option A is our right answer, my dear. Option A is our right answer, right? ഇനിയൊരു 3-4 ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്യുവാനുണ്ട്. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്കിത് നാളെ ചെയ്യാം കേട്ടോ. അതാ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്, അർജൻറ്റായിട്ട് എനിക്കൊന്ന് പോകണം. അപ്പോൾ നോക്കി, ഇനി ഒരു 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. നമുക്ക് നാളെ ഒരു 40 മിനിറ്റ്സ് കൊണ്ട് ഈ 7 ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് തീർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സ്ലോലി ഓരോരോ കമ്പോണൻറ്റുകളായിട്ട് എടുത്ത് റിസോൾവ് ചെയ്ത് സിഗ്മ Fx0 സിഗ്മ Fy0 എന്നൊക്കെ എഴുതി പോകുന്നത്. നിങ്ങളിതിൽ പ്രാക്ടീസ്ഡ് ആയിക്കാൻ പിന്നെ സിഗ്മ Fx0 ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. നോക്കുക, ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ്? ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ്?
നോക്കുക ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഇവിടെ സിഗ്മ എഫ് എക്സ് ഒന്നും എഴുതുന്ന കാര്യമില്ല. ഡൗൺവേർഡ് ഡയറക്ഷൻ W, അപ്വേർഡ് ഡയറക്ഷൻ RN. സോ RN ഈസ് ഇക്വൽ W എന്നും എഴുതാൻ പറ്റും. നോക്കൂ 0.8 മ്യൂ RN, 0.8 മ്യൂ RN മാത്രമേ ഇവിടെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനുകളിലുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് വെറുതെ വീഡിയോസ് കണ്ട് മാത്രം പോകാതെ നോട്ട്സുകൾ മേക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സിമ്പിളായിട്ടുള്ള SSC പോലുള്ള പരീക്ഷകളും അല്ലെങ്കിൽ കേരള PSC എക്സാംസുകളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും SSC JE പോലുള്ള എക്സാമുകൾക്കോ കേരള PSC AE ലെവൽ എക്സാമുകൾക്കോ അതുമല്ലെങ്കിൽ നമ്മൾ ISRO സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസി 160+ വേക്കൻസികളുണ്ട്. RRB JE നടക്കുന്നുണ്ട്. ആ പറയുന്ന എക്സാമുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ താഴെ സ്ക്രോൾ ചെയ്ത് കാണുന്ന നമ്പറിൽ വിളിക്കുക. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ 2 നമ്പറിലും വിളിച്ച് അന്വേഷിക്കാവുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, കോഴ്സിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി നാളെ കാണാം ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട്. താങ്ക് യു.